بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم يوم تجد كل نفس ما عملت من خير محضرة وما عملت من سوء لو أن بينها وبينه أمدا بعيدا. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, വിചാരണ നേരിടുന്ന ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ഏത് നിലക്കുള്ളതായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുന്നത്. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ നേടിയെടുക്കുക എന്ന പരമമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് മനുഷ്യമക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടുന്ന ഒരു ജീവിതം, എത്രയും പെട്ടെന്ന് അവസാനിച്ചു പോയൊരു ജീവിതം, സൗന്ദര്യവും ആരോഗ്യവും എല്ലാം പെട്ടെന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം, ഈ ജീവിതത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു സുഖം നേടിയെടുക്കാൻ സത്യത്തിൽ നമുക്കില്ല. ഒരല്പകാലം മാത്രം സ്വന്തത്തിന് വേണ്ടി ജീവിക്കുകയും പിന്നീട് ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടിയും ഭർത്താവിനും മക്കൾക്ക് വേണ്ടിയും ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യബോധം നമുക്കുണ്ടാവണം. ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ നേടിയെടുക്കുന്ന തിരക്കിൽ പരലോകത്ത് നാം നേരിടേണ്ടുന്ന ഒരു വിചാരണയുണ്ട്. നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ അംശങ്ങളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിചാരണ ചെയ്യും. ആ ഒരു ബോധം ഈ ഭൂലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാവണം. എന്നാൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള ഈമാനികമായ ഒരാവേശം, ഈമാനികമായ ഒരു ഉണർച്ച ഒരു സത്യവിശ്വാസിക്കുണ്ടാവണം. കാരണം ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ കഷ്ടപ്പാടുകളുടെ നേരെയുള്ള ഒരു ജിഹാദായിരിക്കണം. അതിനെ മറികടക്കാനുള്ള ജിഹാദല്ല. ആ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ. അതെന്തിനാന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്ത്. ഒരു സത്യവിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീക്ക് പരീക്ഷണം ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
ആ പരീക്ഷണം അത് അവസാനിക്കുന്നത് ഖിയാമത്ത് നാളിൽ വിചാരണക്കെത്തുമ്പോഴാണ്. അതുവരെ ഖബറിൽ പോലും പരീക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ട്. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചത് മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ഫീ വലദിഹി, മക്കളുടെ വിഷയത്തിലാവാം, വനഫ്സിഹി, അവന്റെ സ്വന്തം ശരീരത്തിന്റെ വിഷയത്തിലാവാം, വമാലിഹി, സാമ്പത്തിക രംഗത്താവാം, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും നിമിഷത്തിൽ ഏതെങ്കിലും അവസരത്തിൽ പടച്ച തമ്പുരാൻ നമ്മളെ പരീക്ഷിക്കാതിരിക്കുകയില്ല. ഈ പരീക്ഷണം നമുക്ക് നൽകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മാ അലൈഹി ഖതിഅ, പാപമില്ലാതെ പരലോകത്ത് ഒത്തുകൂടാനാണ്. പാപമുക്തനാക്കുകയാണ് പടച്ച തമ്പുരാൻ. അത് നമ്മൾ അറിയണം. അപ്പോഴേ നമുക്ക് നേരിടാനുള്ള ശക്തിയും കഴിവും ശേഷിയും ഉണ്ടാവുകയുള്ളൂ. കാരണം അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു, ഈ ലോകത്ത് സുഖസൗകര്യങ്ങൾ നുണച്ച ഒരുപാട് സൗകര്യങ്ങൾ അനുഭവിച്ച എല്ലാ തരം സമ്പത്തും കൊണ്ടും പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ച് അവസാനം ആ മനുഷ്യന്റെ ധാർമ്മികത കവർന്ന് തിന്നും വിധം അവൻ അഹങ്കരിച്ചു. പണക്കാരൻ അധിക ആളുകളും പണക്കാരധികം ആളുകളും നരകത്തിലായിരിക്കുമെന്നാണ്. പാവപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി ഉണർത്തിയിട്ടുണ്ട്. അതിന് കാരണം സമ്പത്തുണ്ടാകുമ്പോൾ താൻ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് അവന് ചിന്ത ഉണ്ടാവുകയില്ല. അതോടൊപ്പം തന്നെ സമ്പത്തുണ്ടാകുമ്പോൾ ഈ വിചാരണയെ ഓർക്കാൻ അവൻ നേരം ഉണ്ടാവുകയില്ല. അവൻ പലപ്പോഴും സുഖിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും അവന്റെ കുടുംബവും അതിന് പ്രേരിപ്പിക്കുകയും അതിന് തയ്യാറാവുകയും ചെയ്യുക എന്നതിൽ കവിഞ്ഞ് തൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വളരെ ദുർലഭം ആളുകളിലേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വിഷയം നാം ഇവിടെ ചർച്ചയ്ക്ക് തയ്യാറാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൂതാ ബി അൻഅമി അഹ്ലി ദുനിയ, ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും സുഖസൗകര്യത്തോടു കൂടി ജീവിച്ച മനുഷ്യനെ പരലോകത്ത് അല്ലാഹു ഹാജരാക്കും. ഏറ്റവും കൂടുതൽ സൗകര്യത്തോട് ജീവിച്ച മനുഷ്യനെ. പക്ഷെ അവൻ മിൻ അഹ്ലിന്നാർ, നരകത്തിന്റെ അർഹനായിട്ടാണ് ജീവിച്ചത്. അവന്റെ പണം, അവന്റെ നേതൃത്വം, അവന്റെ കഴിവ് ഒന്നും അള്ളാഹുവിന് വേണ്ടിയല്ല ഉപയോഗിച്ചത്. മറിച്ച് അവന്റെ പണവും അവന്റെ ആരോഗ്യവും അവന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചത് അവന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അത്തരം ആളുകൾ നാളെ പരലോകത്ത് അല്ലാഹു അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് യൗമുൽ ഖിയാമ ദിവസം നരകത്തിന്റെ അവകാശിയായി ജീവിച്ച് സൗഭാഗ്യത്തോടു കൂടി ഇവിടുന്ന് മരിച്ചു പിരിഞ്ഞ മനുഷ്യൻ, അവനെ അല്ലാഹു ഫയുസ്ബഹു ഫിന്നാർ സബ്ഖതൻ, പരലോകത്ത് ചെന്ന് പടച്ച തമ്പുരാൻ ആ മനുഷ്യനെ നരകത്തിൽ ഒന്ന് മുക്കിയെടുക്കും. നരകത്തിന്റെ ഒരു ചെറിയ അംശം മാത്രം അവനെ അനുഭവിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് സുമ്മയുക്കാലു, പടച്ച തമ്പുരാൻ ചോദ്യം ചെയ്യപ്പെടും. ഒരു ചോദ്യം അവനോട്, യാ ഇബ്നു ആദം, ആദമിന്റെ പുത്ര, ഹൽ റഅയ്ത ഖൈറൻ ഖത്ത്, ജീവിതത്തിൽ നീ ആനന്ദം എന്ന് പറയുന്നത് അനുഭവിച്ചിട്ടുണ്ടോ? അള്ളാന്റെ ചോദ്യം അതാണ്. നീ ദുനിയാവിൽ വെച്ച് ആനന്ദം അനുഭവിച്ചിട്ടുണ്ടോ? സുഖസൗകര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഹൽ മറബിക്ക നഈം, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നുപോയിട്ടുണ്ടോ? നീ ജീവിച്ചൊക്കെ സുഖത്തിലായിരുന്നോ? മറുപടി ഫയഖൂലു, ഈ സമ്പന്നൻ, ഈ സൗഭാഗ്യവാനായി ഭൂമിയിൽ ജീവിച്ച് തൻ്റെ താല്പര്യങ്ങൾക്കും തൻ്റെ കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രം ജീവിച്ച മൃഗപ്രായനായ മനുഷ്യൻ അള്ളാഹുവിനോട് മറുപടി പറയുന്നു, ലാ വല്ലാ, പടച്ചവനെ അള്ളാഹുവാണ് സത്യം, ഞാനൊരു സുഖവും ദുനിയാവിൽ അനുഭവിച്ചിട്ടില്ല. ഉണ്ടോ? സത്യത്തിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന പണക്കാരായ ആളുകൾ ജീവിതത്തിന്റെ സുഖം അറിയുന്നുണ്ടോ? ഇല്ല. അവർക്ക് ഭക്ഷണം കഴിക്കാൻ നേരമില്ല, അവർക്ക് കിടന്നുറങ്ങാൻ സമയമില്ല. അവർ പണത്തിന്റെ പിന്നാലെ നെട്ടോട്ടമോടുകയാണ്. അവർക്ക് പണം മാത്രമാണ് വന്നത്. അവരുടെ ജീവിതത്തിന്റെ സൗഭാഗ്യം അവർക്ക് പരലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവരറിയുന്നില്ല. പക്ഷേ ഇവരുടെ ഓട്ടം കാണുമ്പോൾ പിന്നിൽ പണം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മളും അതിന്റെ പിന്നാലെ ഓടുകയാണ്. അവരോടൊപ്പം എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മളും നടത്തുന്നു. അപ്പോൾ നമ്മൾ അപകടത്തിൽ ചെന്നപ്പെടുകയാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പടച്ചതമ്പുരാനോട് പറഞ്ഞത്, അല്ലാഹുവാണ് സത്യം, യാ റബ്ബ്, എന്റെ രക്ഷിതാവേ, ഒരിക്കലും ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല. എന്നാൽ ദുനിയാവിൽ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചൊരു മനുഷ്യൻ, അവനതാ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരികയാണ്. യൂത്താൻ, എന്നാൽ അവൻ ഫിൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശിയായി ജീവിച്ച, വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും പരീക്ഷണങ്ങളും അനവധി രോഗങ്ങളും അനവധി സാമ്പത്തിക പ്രശ്നങ്ങളും അനവധി കുടുംബ പ്രശ്നങ്ങളും എല്ലാം ഉള്ളപ്പോഴും തന്നെ പടച്ച തമ്പുരാന്റെ വിചാരണയെ ഓർത്തുകൊണ്ട്
പടച്ച തമ്പുരാൻ എന്നെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ജീവിതത്തെ സംശുദ്ധീകരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യൻ അവനത് അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്നു. ഫയുഖാലു ലഹു, അവനോടും ചോദ്യം ചെയ്യുകയാണ് അള്ളാഹു, യാ ഇബ്നു ആദം, ആദമിന്റെ പുത്ര, ഹൽ റഅയ്ത ബൂസൻ ഖത്ത്, നീ കട്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇതുവരെ മരണം വരെ നിനക്ക് കട്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഹൽ മറബിക ശിദ്ദത്തുൻ ഖത്ത്, നിനക്ക് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നിന്നെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ കട്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച വ്യക്തി പറയുന്നു, ലാ വല്ലാഹി മാ മറബി ബൂസുൻ ഖത്ത്, മരണം വരെ പടച്ചവനെ എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായോ? ഒരു കട്ടപ്പാടും തന്നെ സംബന്ധിച്ചോളം കട്ടപ്പാടായി അവൻ എടുത്തിട്ടില്ല. എല്ലാ കട്ടപ്പാടുകളും അവൻ എടുത്തത് പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ്. എനിക്ക് യാതൊരുവിധ പാപവുമില്ലാതെ പരലോകത്ത് ഒത്തുചേരാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു തആല എനിക്കൊരുക്കിയിരിക്കുന്ന അനുഗ്രഹമാണ് ഈ കട്ടപ്പാടുകളും ദുരിതങ്ങളും എന്നവൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് പടച്ചവനെ ഞാൻ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചില്ല. വലാ റഅയ്തു ശിദ്ദത്തൻ ഖത്ത്, എന്താണ് കട്ടപ്പാടെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോ സുഖം അനുഭവിച്ചവൻ പറയുന്നു ഞാൻ സുഖം അനുഭവിച്ചിട്ടില്ല എന്ന്, കട്ടപ്പാട് അനുഭവിച്ചവൻ പറയുന്നു ഞാൻ കട്ടപ്പാട് അനുഭവിച്ചില്ല. സുഖം അനുഭവിച്ചവനില്ല എന്നാ പറയുന്നത് പരലോകത്ത്. കാരണം അവൻ്റെ എല്ലാ സുഖങ്ങളും അവൻ മരണത്തിന് കീഴ്പ്പെടാൻ വേണ്ടി ഒതുങ്ങുമ്പോൾ തന്നെ അവന് ബോധ്യപ്പെടും, ഈ സുഖങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാൻ ഓടി നടന്നത് വ്യർത്ഥമായി പോയി എന്നവന് ബോധ്യപ്പെടും. കാരണം അവൻ്റെ മുമ്പിൽ പടച്ച തമ്പുരാൻ ശക്തമായൊരു തിരശ്ശീല കൊണ്ടുവന്ന് ഇടുകയാണ്, ചിന്തിക്കാൻ അവൻ അവസരം കൊടുക്കുകയാണ്. അപ്പോഴാണ് അവൻ ചിന്തിച്ചു നോക്കുന്നത്, ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും ആയില്ലല്ലോ എന്ന്. എവിടെയാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിനോട് നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കരുത്. അത് നമ്മുടെ കുടുംബജീവിതത്തിലായിരുന്നാലും, അത് നമ്മുടെ കച്ചവട രംഗത്തായിരുന്നാലും, അവിടെ നമ്മുടെ ജീവിത വിശുദ്ധിയുടെ രംഗത്തായിരുന്നാലും, ഇബാദത്തിന്റെ രംഗത്തായിരുന്നാലും, എവിടെയും നമ്മൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും മാറ്റി നിർത്തി ചിന്തിക്കരുത്. ഏത് വിഷയം ചെയ്യുകയാണെങ്കിലും അവിടെ അള്ളാഹും റസൂലും എന്ത് പറഞ്ഞു അതിനായിരിക്കണം മുന്തിയ പരിഗണന. അതാണ് ഖുർആൻ പറഞ്ഞത്, വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത അൻ അംരി റബ്ബിഹാ വറസുലിഹി, റബ്ബിന്റെ കൽപ്പനകൾ, പ്രവാചകന്റെ കൽപ്പനകൾ ധിക്കരിച്ച എത്ര സമൂഹം ഈ ലോകത്ത് ജീവിച്ചു മരിച്ചുപോയി. ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദ, ശക്തമായ ശിക്ഷക്ക് പടച്ച തമ്പുരാൻ അവരെ വിധേയമാക്കും. വഅദബ്നാഹാ അദാബൻ നുക്ര, ഏറ്റവും നിന്ദ്യമായ ശിക്ഷക്ക് പടച്ച തമ്പുരാൻ അവരെ വിധേയമാക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഒരു വിചാരണയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യത. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് എന്നറിയാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു. എങ്ങനെയാണ് അത് പഠിക്കേണ്ടത്? അങ്ങനൊന്ന് ആയിത്തീരാൻ ലോകം കണ്ട ഏറ്റവും വലിയ ഉത്കൃഷ്ടനായ റസൂലുള്ളാഹിന്റെ ജീവിതം എങ്ങനെയാണെന്നറിയാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരു ശ്രമം നടത്തി. അദ്ദേഹത്തിന് കിട്ടിയ വിവരം നമുക്ക് നോക്കാം. റസൂലുള്ളാഹി എങ്ങനെയാ പറയുന്നത് ജീവിതത്തെക്കുറിച്ച്, എങ്ങനെ കാണണം? അൽ മഅരിഫത്തു റഅ്സമാലി, വിവേകമാണ് എൻ്റെ മൂലധനം. ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് വിവേകമാണ്. മഅരിഫത്ത്, അൽ മഅരിഫത്തു റഅ്സമാലി, എൻ്റെ വിവേചനം, അറിവുണ്ടല്ലോ, അതാണ് എൻ്റെ മൂലധനം. വൽ അഖ്ലു, ബുദ്ധി, അസ്ലു ദീനി, എൻ്റെ ദീനിന്റെ അടിത്തറയാണ്. എൻ്റെ ദീനിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബുദ്ധി ഉണ്ടാവും കേട്ടോ. ബുദ്ധി ഇല്ലാത്തവനാണ് വിചാരണയെ മറക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യന് ബുദ്ധി എൻ്റെ മതത്തിന്റെ അടിത്തറയാണ്. വൽ ഹുബ്ബു അസാസി, സ്നേഹം എൻ്റെ മതത്തിന്റെ അടിത്തറയാണ്. സ്നേഹം മതത്തിന്റെ അടിത്തറയാണ്. വശൗഖു മർക്കബി, പ്രതീക്ഷ എൻ്റെ വാഹനമാണ്. അങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഒരു നിലക്കും ഒരു വേവലാതിയുമില്ല, അങ്ങേയറ്റത്തെ പ്രതീക്ഷയാണ്. പടച്ച തമ്പുരാൻ എന്നെ കൈവിടില്ല എന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. മരിക്കുമ്പോഴും ഏറ്റവും നല്ല പ്രതീക്ഷയോടുകൂടി മരിക്കാൻ കഴിയണം ഒരു സത്യവിശ്വാസിക്ക്. മരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇല്ല, എന്നെ റബ്ബ് കൊയക്കില്ല, കാരണം അത്രമാത്രം പടച്ച തമ്പുരാൻ എനിക്ക് മാപ്പ് തരും. ഏറ്റവും ചുരുക്കം ഞാനൊരു വിവരം നിങ്ങൾക്ക് തരാം.
ഓരോ മനുഷ്യരെയും നമ്മൾ കൈ കൊടുക്കുമ്പോൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പാപം കൊടുക്കും. അറിയോ? ഒരാൾക്ക് കൈ കൊടുത്താൽ, സാധാരണ കൈ കൊടുക്കുമ്പോൾ നമ്മൾ വേണോ വേണ്ട വെച്ചിട്ടാണ് കൈ കൊടുക്കുന്നത്. അങ്ങനെയല്ല കൊടുക്കേണ്ടത് കേട്ടോ. മനസ്സറിഞ്ഞ് പിടിച്ചിട്ട് കൈ പിടിച്ച് അസ്സലാമു അലൈക്കും എന്നുണ്ടെങ്കിൽ പിടിച്ചാണ്ടല്ലോ, മാപ്പ കിട്ടും റബ്ബിൻ്റെ. പരസ്പരം മാപ്പ് കിട്ടുന്നൊരു സാഹചര്യം അത് നമ്മളൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ അങ്ങനെ നമ്മളെ ജീവിതത്തെ വിലയിരുത്താറില്ല. അതുകൊണ്ടാണ് ഒരു പ്രതീക്ഷ എൻ്റെ വാഹനമാണ്. ഓ ദിക്റുല്ലാഹി അനീസി, പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടല്ലോ, ഈ ചിന്ത അള്ളാഹിനെ കുറിച്ചുള്ള, അത് എൻ്റെ കൂട്ടുകാരനാണെന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാണ് ദിക്റുല്ലാ അനീസി, എൻ്റെ കൂട്ടുകാരനാണ്. ഓ സിഖത്തു കൻസി, ദൃഢവിശ്വാസം എൻ്റെ നിധിയാണ്. റസൂലുള്ളാഹിന്റെ ജീവിതമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൃഢവിശ്വാസം എൻ്റെ നിധിയാണ്. ഒരു വിഷയത്തിലും ഞാൻ പതറില്ല. എന്ത് അപകടങ്ങൾ കണ്ടാലും എൻ്റെ ചിത്തം ചിതറില്ല. എൻ്റെ മനസ്സിന് യാതൊരു പതർച്ചയും ഉണ്ടാവുകയില്ല. കാരണം ദൃഢവിശ്വാസം എൻ്റെ നിധിയാണ്. വൽ ഹുസ്നു റഫീഖി, ശ്രദ്ധിച്ചോളൂ, ദുഃഖം എൻ്റെ കൂട്ടുകാരനാണ്. ദുഃഖമാണ് എൻ്റെ കൂട്ടുകാരൻ, സന്തോഷമല്ല. നമ്മളൊക്കെ നമ്മളെ കൂട്ടുകാരനായിട്ട് ആരെങ്കിലും ദുഃഖം സ്വീകരിക്കുമോ? ദുഃഖമാണ് എൻ്റെ കൂട്ടുകാരൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ദുഃഖത്തെയാണ്. കാരണം എനിക്ക് സ്വർഗത്തിൽ കയറണം. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ ദുഃഖമാണ്. വിജ്ഞാനം എൻ്റെ ആയുധമാണ്. ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ഷമ എൻ്റെ വസ്ത്രമാണ്. എൻ്റെ വസ്ത്രമാണ് ക്ഷമ. നമുക്കൊന്നും കഴിയാത്ത കാര്യമാട്ടോ. എവിടെയും പതറിപ്പോവും, എവിടെയും നമ്മൾ അക്ഷമരാവും. നമ്മളൊരാൾ എന്തേന്ന് പറഞ്ഞു നോക്കണം, അപ്പം മറുപടി പറയുമ്പോൾ അതിൻ്റെ മറുപടി കാണാൻ അക്ഷമത, അല്ലേ? അപ്പോൾ ക്ഷമ എൻ്റെ വസ്ത്രമാണ്. അതുപോലെ തന്നെ ഒനീമത്തി, തൃപ്തി അതെൻ്റെ സമ്പത്താണ്. നമുക്കൊന്നിൽ തൃപ്തി ഇല്ലല്ലോ. നമ്മൾ തൃപ്തരല്ല, ആണോ? ജീവിതം തൃപ്തമാണോ? തൃപ്തി എൻ്റെ സമ്പത്താണ്. എത്ര റസൂലുള്ളാഹിന്റെ തൃപ്തിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എത്രയാണ് റസൂലുള്ള ജീവിച്ചത്, എത്രമാത്രം കഷ്ടപ്പാടുകളാണ് നബി അനുഭവിച്ചത്. ഒരു സൗഭാഗ്യവും റസൂലുള്ള ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ആ പ്രവാചകൻ പറഞ്ഞു, തൃപ്തിയാണ് എൻ്റെ സമ്പത്ത്. വൽ അജ്സു ഫഖ്രി, അറിവില്ലായ്മയും അശക്തിയുമാണ് എൻ്റെ അഭിമാനം. അങ്ങനെ അതൊക്കെ വലിയ അർത്ഥാട്ടോ. നമ്മൾ ആരെ മുമ്പിലും അറിവില്ല എന്ന് പറയില്ലല്ലോ. അത് നമുക്ക് ആ ദുരഭിമാനല്ലേ? ഏത് വിഷയമായിക്കോട്ടെ, ലോകത്തുള്ള ഏത് വിഷയമായിരുന്നാലും നമ്മൾ അതെനിക്കറിയാം, അതും എനിക്കറിയാം, അതും അറിയാം. എനിക്കറിയാത്തൊരു വിഷയമില്ല. എല്ലാ വിഷയവും എനിക്കറിയാം, അവനറിയാം. ഏറ്റവും ചുരുക്കം ഒരാളോട് ഒരാൾ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് അവിടെ ആ വഴി അറിയോ? അറിയില്ലെങ്കിലും ആ ആളോട് അറിയുന്നു. എന്നിട്ടോ പുറത്തു പോയിട്ട് വഴി അന്വേഷിച്ചു നടക്കും. അപ്പം ആ സ്ഥലത്ത് വെച്ച് ഇയാളെ കണ്ടു നിൽക്കുക. നിങ്ങൾക്കെല്ലാം അറിയാന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞതാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടാത്ത വഴി ഉണ്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. മനസ്സിലല്ലേ? അപ്പോൾ അറിവില്ലായ്മ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുക എന്നത് അതെനിക്ക് അഭിമാനമാണ്. നമുക്ക് അറിവില്ല എന്നാരുടെയും പറഞ്ഞ അഭിമാന അല്ല. നിങ്ങൾ ജീവിതത്തെ ശരിക്ക് വിലയിരുത്തണം. റസൂലുള്ള പറയുന്നു, ത്യാഗം സഹിക്കൽ എൻ്റെ തൊഴിലാണ്. അയ്യോ, ത്യാഗം സഹിക്കുക എന്നത് പ്രവാചകന്റെ തൊഴിലാണത്രേ. നമ്മളെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം തന്നെ ഒരു ത്യാഗം ഇല്ലാണ്ട് സുഖമായി ജീവിക്കുക. അപ്പൊ നിങ്ങളുടെ ഒരു ഹജ്ജിന് പോണവരോട് പോലും നമ്മൾ കൊടുക്കുന്ന പബ്ലിസിറ്റി എന്താ? ഹറമിന്റെ തൊട്ടടുത്ത് താമസം. നിങ്ങൾ നടക്കണ്ട, നടന്ന് കൂലി വാങ്ങണ്ട, ഒരു ക്ഷീണമില്ല. പിന്നെ ഭക്ഷണം, അതാണല്ലോ രണ്ടാമത്തെ, കേരളീയ ഭക്ഷണം പോലെ. ഹജ്ജിനാണ് ഇപ്പോൾ കേരളീയ ഭക്ഷണം കഴിച്ച് ഹറമിന്റെ തൊട്ടടുത്ത് താമസിച്ച് മൂപ്പര് ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ നടക്കാൻ വേണ്ടി പോയതാ? അല്ല. ത്യാഗമാണ് എൻ്റെ തൊഴിൽ കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ തൊഴിലാണ് ത്യാഗം. വൽ യഖീനു ഖുവ്വത്തി, ദൃഢവിശ്വാസം എൻ്റെ ശക്തിയാണ്. എവിടെയും തകർന്നു പോകാത്ത. റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയാ, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ശത്രുക്കൾ നിങ്ങളെയും നിങ്ങളെ സഖാക്കളെയും വധിക്കാൻ ഒത്തുകൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അവരെ നിങ്ങൾ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ വാചകം വളരെയധികം ചിന്തനീയമായിരുന്നു. ശക്തി എൻ്റെ ദൃഢവിശ്വാസമാണ്. എനിക്കാരുടെ മുമ്പിലും പതറേണ്ടതില്ല. കാരണം ഒരാളോടും ഒരനീതിയും എൻ്റെ ജീവിതം കൊണ്ട് ഉണ്ടാവില്ല. കാരണം ഞാൻ ജീവിക്കുന്നത്
പരലോക ചിന്തയോടുകൂടിയാണ്. ആ പരലോക ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാവേണ്ട ഗുണവിശേഷണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. സിദ്ഖു ഷഫീഇ, സത്യസന്ധത എൻ്റെ ശുപാർശകനാണ്. എന്നോട് എപ്പോഴും എൻ്റെ മാനസം മന്ത്രിക്കുക സത്യസന്ധത പുലർത്താനാണ്. ഒരു കളവും ജീവിതത്തിൽ പറഞ്ഞില്ല. താഅത്തു ഹസ്ബി, അനുസരണം എൻ്റെ കുലീനതയാണ്. നമ്മൾ ആരും അനുസരിക്കുമല്ലോ അല്ലേ? നിങ്ങൾ ആ ആശയം ഒന്നും ഇങ്ങോട്ട് തിരിച്ചിട്ട് ചിന്തിക്കണം കേട്ടോ. അനുസരണം എൻ്റെ കുലീനതയാണ്. നമ്മൾ ആരെയും അനുസരിക്കാതിരിക്കലാണ് നമ്മളെ കുലീനത. അവനൊന്നും ഞാൻ അനുസരിക്കില്ല, അവനാരാ ഏതോനമായി അല്ലേ, പോയി പണിയൊക്കാൻ പറയും അല്ലേ? കാരണം നമുക്ക് ഉടനെ നമ്മൾ ഈ പറയുന്ന വാക്കൊക്കെ വിചാരണക്ക് വരും എന്ന് ചിന്തിക്കുന്നില്ല കേട്ടോ. നമുക്ക് ചിന്തിക്കാം. റസൂൽ പറയുന്നു വൽ ജിഹാദു ഖുൽഖി, അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം എൻ്റെ നിത്യ സ്വഭാവമാണ്. വിട്ടുമാറാത്ത ഗുണമാണ് ആ പ്രവാചകന്റെ. അങ്ങനെ റസൂൽ തുടരുന്നു വ ഖുറത്തു ഐനി ഫി സലാ, എൻ്റെ കണ്ണിന് കുളിർമ നൽകുന്ന ഏറ്റവും വലിയ കാര്യം നമസ്കാരമാണ്. അതെന്താ കാരണം അറിയോ? നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം നമസ്കാരമാണ്. ഒരു തൗഹീദ് ഉൾക്കൊണ്ട ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചോളം ആദ്യത്തെ ചോദ്യം അവലുമായി ഹാസബുദ, ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് ഈ നിർദ്ദേശങ്ങളൊന്നും ജീവിതത്തിൽ പകർത്താത്ത ആളുകളാണ് ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണെന്നാണ് അവരുടെ വാദം. അവരാണ് ഏറ്റവും കൃത്യമായ മുസ്ലിം എന്ന് അവർ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. ഖുർആൻ പറയുന്നു വമൻ കാന ഫീ ഹാദിഹി അഅമാ ഫഹുവ ഫിൽ ആഖിറതി അഅമാ വഅളല്ലു സബീലാ. സൂറത്ത് ഇസ്രായിൽ 72-ാം അധ്യായത്തിൽ അല്ലാഹു പറയുന്നു, ഈ ലോക ജീവിതത്തിൽ ആരെങ്കിലും പടച്ചവനെ മറന്ന് പരലോകത്തെ വിചാരണയെ മറന്നുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ നാളെ പരലോകത്തും അവൻ അന്ധനായിരിക്കും. വിചാരണ മറന്ന് ജീവിച്ചാൽ പരലോകത്ത് അന്ധനാവും. ഫഹുവ ഫിൽ ആഖിറതി അഅമാ, ഇഹലോകത്ത് അവൻ അന്ധനാണ്. കാരണം പടച്ച തമ്പുരാന്റെ നിയമങ്ങളോട് യാതൊരുവിധ ശ്രദ്ധയും പുലർത്താതെ ജീവിച്ചവനാണ്, അന്ധനായി ജീവിച്ചവനാണ്. പരലോകത്തും അവൻ അന്ധനായിരിക്കും. വഅളല്ലു സബീല, ഏറ്റവും വലിയ ദുർമാർഗത്തിൽ ജീവിക്കുന്നവരുമായിരിക്കും. അപ്പം പടച്ച തമ്പുരാന്റെ ഈ വിചാരണയെ ഓർത്ത് മറന്നു ജീവിച്ചാൽ അവൻ പരലോകത്ത് അന്ധനായിരിക്കും. തുടർന്ന് അല്ലാഹു പറയുന്നു, വിചാരണയെ ഓർക്കാതെ ജീവിച്ച ആളുകളെ കൂട്ടം കൂട്ടമായി അല്ലാഹു നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകും. ഓരോ കൂട്ടം ആളുകളെ ഖുർആൻ പറയുന്നു. സൂറത്ത് സുമറിൽ അല്ലാഹു പറയുന്നു വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുംറാ, നരകത്തിലേക്ക് അല്ലാഹു ഓരോ സുംറുകളെ കൂട്ടങ്ങൾ അങ്ങനെ തെളിച്ചു കൊണ്ടുപോകും. എന്താ ഈ കൂട്ടങ്ങനെ ആകാൻ കാരണം? ഒരാള് പരലോകത്തെ വിചാരണയെ ഓർക്കാതെ ധനമുണ്ടാക്കിയവനാണ്, വേറൊരാൾ കുടുംബം തകർത്തവനാണ്, വിചാരണയെ ഓർത്തിട്ടില്ല, വേറൊരാൾ കച്ചവട രംഗത്ത് കാപ്പട്യം നടത്തിയവനാണ്, മറ്റൊരുത്തൻ വഞ്ചന നടത്തിയവനാണ്. ഇങ്ങനെ ഇവരൊക്കെ ഓരോ കൂട്ടാ. കള്ളുടിയന്മാർ വേറെ കൂട്ടാ, പെണ്ണുടിയന്മാർ വേറെ കൂട്ടാണ്, തമ്മിൽ തല്ലിച്ചൊരു വേറെ കൂട്ടാണ്. മനസ്സിലായില്ല? അപ്പൊ സുംറമ്പാട് ഉണ്ടാവില്ലേ? നിങ്ങൾ ഞാനിപ്പോ ഏത് കൂട്ടത്തിൽ പെടും? ഒരു വിചാരണപ്പെടുന്ന നടത്തുന്നതല്ലേ? അങ്ങനല്ല പറഞ്ഞു. ഹാസിബു കബലാൻ ഹാസബു എന്നല്ലേ? മരിക്കുന്നതിന്റെ മുമ്പ് ഒരു കണക്ക് നോട്ടപ്പെടുന്ന നടന്നോട്ടെ എന്നല്ലേ? നമ്മളൊരു കണക്ക് നോട്ടം വേണല്ലോ. ഈ നയിക്കപ്പെടുന്ന ഏത് വിഭാഗത്തിൽ പെടും? നരകത്തിലേക്ക് നയിക്കപ്പെടുന്നതിലേതിലെയും പെടുമോ? പരിശോധിക്കണ്ടേ? നമ്മൾ കച്ചവടം ചെയ്തു, പണമുണ്ടാക്കി, നമ്മളെ കുടുംബത്തിന് വീടും അന്തസ്സായ വീടുണ്ടാക്കി, അന്തസ്സായ ഭക്ഷണം നൽകി, അന്തസ്സായ വസ്ത്രം നൽകി, അന്തസ്സായ വാഹനം നൽകി. പക്ഷേ ആ പണം ഹലാലായിരുന്നോ? ശ്രദ്ധിക്കണ്ടേ? റസൂലുള്ള പറഞ്ഞു, എഴുത്തി അലന്നാസി സമാൻ, മനുഷ്യർക്കൊരു കാലം വരാനുണ്ട്, അന്ന് ലായുബാലിൽ മറവു, മനുഷ്യൻ പരിഗണിക്കൂല ഇത് ഹറാമാണോ ഇത് ഹലാലാണോ എന്ന് പരിഗണിക്കാതെ പണമുണ്ടാക്കുക ചെയ്യുക. ഓന് വിചാരണയെ ഓർക്കുകയില്ല, അവൻ വിചാരണയെ മറന്നാണ് ജീവിക്കുക. പിന്നെ ഓൻ ഓർമ്മ എപ്പോഴാണ് ഓൻ കണ്ണു പൂട്ടാൻ നേരത്ത്. കാരണം ആ സമയത്ത് ഇവന്റെ മക്കൾ മസിൽ പിടിച്ച് ഇവന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴവന് ബോധ്യമാകുക, പടച്ചോനെ ഇതെല്ലാം ഈ കുട്ടികൾക്കാണല്ലോ ഞാൻ ഉണ്ടാക്കിയത്, എനിക്കേറ്റൊന്നും ഉണ്ടായില്ലല്ലോ പടച്ചോനെ. സങ്കടത്തായിരിക്കും, ഭയങ്കര സങ്കട. ഈ സമയത്ത് പടച്ച തമ്പുരാന്റെ മലക്കുകൾ ഇവന്റെ മുമ്പിൽ ഇവൻ പോണ്ട സ്ഥലവും കാണിച്ചു കൊടുക്കും. അങ്ങനെ
മരിക്കുന്ന സമയത്ത് ഇതുവരെ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ട് എവിടെയാണ് പോകേണ്ടത്, ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്, മരിക്കുന്ന ആൾക്ക് കാണിച്ചു കൊടുക്കും. ഉരിലഅലൈഹി മഖ്ദുഹുന, അവൻ ചെന്നെത്തേണ്ട ഇരിപ്പിടം അല്ലാഹു അവന് കാണിച്ചു കൊടുക്കും. ഒമിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന ഒമിൻ അഹ്ലിൻ നാരി അന്നാർ. നരകത്തിന് വേണ്ടി അധ്വാനിച്ച മനുഷ്യൻ ഈ ദിവസത്തെ മറന്നുകൊണ്ട് നരകത്തിന് വേണ്ടിയാണ് അധ്വാനിച്ചെങ്കിൽ അള്ളാഹു ആ ഭീകരമായ നരകം അവന് കാണിച്ചു കൊടുക്കും. ഇവന് നരകം കാണുമ്പോഴോ പരലോകത്തിന് ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുലൻ വസഫീറ, ഇവനെ ദൂരത്തു നിന്ന് തന്നെ നരകം കാണുമ്പോൾ നരകം അങ്ങനെ അട്ടഹസിക്കും, കിടന്നിട്ട് ഗർജിക്കും, ശക്തമായ തിളക്കൽ കൊണ്ട്. അങ്ങനെ ഖുർആൻ പറഞ്ഞു, തിളച്ചിട്ട് നരകം അങ്ങനെ ഗർജിക്കുണ്ടാവും ഇവനെ കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? അപ്പം നമ്മൾ കുക്കറിലേക്ക് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി, കുക്കർ കണ്ടുപിടിച്ചപ്പോഴാണ് ഖുർആന്റെ ഈ ആയത്തിന്റെ പ്രസക്തി വരുന്നത്. തിളക്കുമ്പോൾ സൈറം മുഴങ്ങും എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. കുക്കർ തിളക്കുമ്പോൾ അത് വിസിലടിക്കാൻ തുടങ്ങും അല്ലേ. ഖുർആൻ പറഞ്ഞു ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുലൻ, അതിന് തിളക്കൽ കാണാം, ഉടനെ തന്നെ വസഫീറ, അതിന്റെ ചൂളം വിളിയും. നരകനെ തിളച്ച് മറിയും. കാരണം നമ്മളെപ്പോലുള്ള വിശുദ്ധമായ ജീവിതം നയിക്കാൻ തയ്യാറില്ലാത്ത, ഏതെങ്കിലും നിലക്ക് പണമുണ്ടാക്കണം, ഏതെങ്കിലും നിലക്ക് സൗകര്യപൂർവ്വം ജീവിക്കണം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് ഞാൻ എൻ്റെ മരണാനന്തര ജീവിതത്തിൽ ശക്തമായ വിചാരണ നേടുമ്പോൾ എന്നെ അല്ലാഹു നരകത്തിലേക്ക് ആനയിക്കുന്ന ഒരു വിഭാഗത്തിൽ ഞാൻ പെട്ടുകൂടാ എന്നൊരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. മനസ്സിലായോ? ഞാൻ ഒരല്പം ഗൗരവപൂർവ്വം കാര്യം പറയുന്നത് ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്, നിസ്സാരവൽക്കരിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാം, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വിചാരണയെ അന്ധമായി ജീവിച്ച മനുഷ്യനെ പടച്ച തമ്പുരാൻ നരകത്തിന്റെ മുമ്പിൽ കൊടുത്ത് നിർത്തിയിട്ട് സൂറത്ത് തൂറിൽ അല്ലാഹു പറയുന്നു, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, നരകത്തിലേക്ക് പടച്ച തമ്പുരാൻ അവനെ തള്ളും. നരകത്തിലേക്ക് ആരും നടന്നു പോവില്ലോ. എന്താ അതിന്റെ ഓരോരോ ജ്വാലുണ്ടല്ലോ, നരകത്തിന് വരുന്ന തീപ്പൊരി, ജിമാലത്തും സുഫർന, ഒരു ചുമന്ന ഒട്ടകം പൊന്തി വരുമ്പോൾ ഉണ്ടാവും ഒരൊറ്റ തീപ്പൊരി. അതിലേക്കാരും നടന്നങ്ങ് പോവും സ്വന്തമായിട്ട്. പടച്ച തമ്പുരാൻ അതിലേക്ക് അങ്ങ് തള്ളും. നരകത്തിൽ മുഖം കുത്തിയാണത്രേ പിന്നെ നമ്മൾ നടക്കുക. ഇപ്പൊ നടക്കുന്ന എങ്ങനെ, കാൽമലല്ലേ. പക്ഷെ കാൽമല നടന്നു നേരത്തെ നടന്നില്ല. അപ്പൊ അള്ളാഹു പരലോന്നും വിചാരണക്ക് കൊണ്ടുവരുമ്പോ മുഖത്ത് നടത്തിക്കും. ഇപ്പൊ നിങ്ങളില്ലേ ചില ആൾക്കാർ യോഗ കളിക്കുന്നു, തല കുത്തി നിൽക്കുമ്പോ കാല് മേലോട്ടാക്കിയിട്ട് നിൽക്കുന്നുണ്ടില്ലേ, ഇതേമാതിരി അള്ളാഹു പരലോകത്ത് നടത്തിക്കും. ഇവിടെ സർക്കസ് അങ്ങനെ നടക്കല്. പക്ഷേ പരലോകത്ത് പടച്ചാമ്പുരാന്റെ വിചാരണയെ മറന്നവന് അള്ളാഹു പറയുന്നു, അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നം, നരകത്തിലേക്ക് മുഖം അള്ളാഹു കുത്തിയിട്ടാണ് കൊണ്ടുവരിക, മുഖം കുത്തിയിട്ടാണ് കൊണ്ടുവരും കേട്ടോ. അപ്പോ അവരെ പറ്റി ഖുർആൻ സൂറത്ത് ഫുർഖാനിൽ പറയുന്നു, ഉലൈക ശർറും മകാന, അവര് പരലോകത്തെ ഏറ്റവും മോശസ്ഥാനത്ത് ജീവിച്ചവരാണ്, ഇവിടെ ജീവിച്ച ഏറ്റവും മോശക്കാരാണ്. ആ മുഖത്തിന്റെ മുകളിൽ ഒരുമിച്ച് കൂടിയത്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അള്ളാഹിന്റെ പ്രവാചകരെ, കോടിക്കണക്കിന് മനുഷ്യന്മാർ നിന്ന പരലോകത്ത് ഒരു മനുഷ്യൻക്ക് എങ്ങനെയാണ് മുഖം കുത്തി നടക്കാൻ കഴിയുക? അവർ ചോദിച്ചു, കൈഫ യുഹ്ശറുൽ കാഫിറു അലാ വജീഹി യൗമൽ ഖിയാമ, ഖിയാമനാളിൽ എങ്ങനെ കാഫർ മുഖം കുത്തി നടക്കുക? റസൂലുള്ള ചോദിച്ചു, അലൈസല്ലദി അംശാഹു അലാ റിജ്ലൈഹി ഫിദ്ദുനിയ, ദുനിയാവിൽ രണ്ട് കാൽമ നടത്തിയത് പടച്ചോനല്ലേ? മുഖത്തിമ നടത്താണ്ട കാൽമ നടത്തിയത് നമ്മളല്ലല്ലോ, ആണോ? കാൽമ നടക്കാനുള്ള സംവിധാനം ചെയ്തത് പടച്ചോനല്ലേ? ആ പടച്ചോൻ ആണ് ഖാദിറുൻ അൻ യംശിഹു അലാ വജീഹി, മുഖത്തിന്മേൽ നടത്താൻ കഴിവുള്ളവനാണ്. കാൽമൽ നടക്കാൻ നമ്മൾ തീരുമാനിച്ചതല്ല, ആണോ? അല്ല, ബയോളജിക്കലായിട്ട് നമ്മൾ കാൽമൽ നടക്കാൻ ശീലിപ്പിച്ച് പടച്ച തമ്പുരാന്റെ ഫിത്രത്താണത്. അപ്പൊ പടച്ച തമ്പുരാൻ ആ ചെയ്ത പടച്ചോൻ എന്നെ ഇതും ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ടോ പടച്ച തമ്പുരാൻ പറയുന്നു, ഈ ആളുകൾ പിന്നെ നരകത്തിലേക്ക് എത്തുമ്പം ഒന്നായിട്ട് മനുഷ്യന്മാരെ നരകത്തിലേക്ക് ഇടുമ്പോഴേ, വിചാരണന്റെ ആ സമയത്ത്, വിചാരണ കഴിയുന്ന സമയത്ത് അത് ഓർത്ത് ജീവിക്കാത്ത മനുഷ്യനെ നരകത്തിലേക്ക് ഒന്നായിട്ട് ഇടുകയാണ്. ഇടുമ്പോ ഒന്ന് തീ അണിയും. മനുഷ്യന്മാർ കുറെ എണ്ണം കൊണ്ടുവന്നിടുമ്പോളേ ഒന്ന് അണിയും. ഖുർആൻ സൂറത്ത് ഇസ്രായിൽ പറയുന്നു, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയൻ വബുക്മുൻ വസുമ്മ, അന്ധനും ബദിരനും ഊമയും, മിണ്ടാൻ കഴിയുന്നില്ല, ശബ്ദിക്കുന്നില്ല, കണ്ണ് കാണുന്നില്ല. അങ്ങനെയാണ് അള്ളാഹു അവിടെ കൊണ്ടുവന്നിട്ട് ചവറ് കൂട്ടും പോലെ നരകത്ത് കൊടുത്തിട്ട് ആളുകൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ പടച്ചോൻ പറയുന്നു,
കുല്ലമാ ഖയത്നാഹും സൈറാ, ജ്വാല നിന്നു പോകുമ്പോൾ പടച്ച തമ്പുരാൻ ആ ജ്വാല വീണ്ടും കത്തിക്കും. തീജ്വാല അണിയുമ്പോഴേ പടച്ച തമ്പുരാൻ വീണ്ടും ആ നരകാഗ്നി കത്തിച്ചെടുക്കും. ഭയങ്കരമായ സംസാരം അള്ളാഹു പറയുന്നു കേട്ടോ. അപ്പോഴാണ് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമുക്ക് കൃത്യമായ ബോധ്യം വരും. ഖുർആൻ പറയുന്നു, വറഅൽ മുജ്രിമൂന അന്നാറ, ഈ കുറ്റവാളികൾ നരകത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നു, ഫലന്നു അന്നഹും മുവാഖിഉഹാ, കുടുങ്ങിയത് തന്നെയാണ്. വലം യജിദു അൻഹും ഇസ്രിഫാ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനിയൊരു വഴിയുമില്ല എന്ന് കൃത്യമായി മനുഷ്യന് ബോധ്യപ്പെടും. എന്ന് മാത്രമല്ല, ഫദ്ഖുലു അബ്വാബ ജഹന്നം ഖാലിദീന ഫീഹാ, നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിച്ചിട്ട് അല്ലാഹു പറയും, ഫലബീസ മസ്വൽ മുതകബ്ബിരീൻ, അഹങ്കാരത്തോടുകൂടി പടച്ച തമ്പുരാന്റെ ഈ ഒരു നരകത്തെക്കുറിച്ചോ ഇങ്ങനൊരു വിചാരണയെക്കുറിച്ചോ മറന്നുകൊണ്ട് ജീവിച്ച അഹങ്കാരികളെ, നിങ്ങൾക്കുള്ള അഭയകേന്ദ്രം ഇതാകുന്നു എന്ന് പടച്ച തമ്പുരാൻ ഗർജിച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. എന്നിട്ട് പറയുന്നു പടച്ച തമ്പുരാൻ ഈ അവസ്ഥയിലേക്ക് നമ്മളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചൊരു ശക്തി ഉണ്ടല്ലോ, അതാരാ? ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ, ഏറ്റവും വലിയൊരു ശത്രുവുണ്ട് നമുക്ക്. നമ്മളെ കച്ചവടത്തിൽ ലാഭം മാത്രം ശ്രദ്ധിപ്പിച്ച, നമ്മുടെ ജീവിതത്തിൽ വെറും സുഖം മാത്രം ശ്രദ്ധിപ്പിച്ച, നമ്മളെ കള്ളു കുടിക്കാൻ മോഹിപ്പിച്ച, വ്യഭിചരിക്കാൻ ശ്രദ്ധിപ്പിച്ച, നമ്മളെ ജീവിതത്തിൽ അശുദ്ധമായ ചിന്തകൾ ചിന്തിക്കാൻ ചെയ്യിച്ച, ഓരോ വ്യക്തിയോടും കാണിക്കേണ്ട മര്യാദകൾ മറന്നു പോകാൻ ശ്രദ്ധിച്ച, വിജ്ഞാനം എന്തെന്നറിയാത്തൊരവസ്ഥയിൽ ജീവിപ്പിച്ച, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെയാണ് വലിയവനെന്ന് ചിന്തിപ്പിച്ച ചെകുത്താനുണ്ടല്ലോ. അള്ളാഹു പറയുന്നു, ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശയാതീൻ ലനുഹ്ദിറന്നഹും ഹൗല ജഹന്നമ ജിസിയ, ആ ചെകുത്താനെയും നമ്മളെ നശിപ്പിച്ച ചെകുത്താനെയും നമ്മളെയും പടച്ച തമ്പുരാൻ നരകത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിർത്തിയിട്ട് അല്ലാഹു സുമ്മ ലനൻസിയന്ന മിൻ കുല്ലി ശിയത്തിൻ അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇതിയ, പടച്ചവനോട് ഏറ്റവും കൂടുതൽ ധിക്കാരം പ്രവർത്തിച്ചവരാരാണെന്ന് അള്ളാഹു തീരുമാനിക്കാൻ വേണ്ടി നരകത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിർത്തിച്ച് അവിടുന്ന് അള്ളാഹു വേർതിരിക്കും. സുമ്മ ലനഅലമു ബില്ലദീ ഹുവ ഔലാ ബിഹാ സിലിയ, ഈ നരകത്തിൽ കിടന്ന് കരിയേണ്ടവൻ ആരാണെന്ന് പടച്ച തമ്പുരാൻ തീരുമാനിക്കും. അങ്ങനെയുള്ള ഒരു ലോകം നമുക്കുണ്ടെന്ന് നാം ഓർക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കളിയും ചിരിയും തമാശയും, നമ്മളുടെ റിയാലിറ്റി ഷോകളും, നമ്മളുടെ മൊബൈലിലൂടെയുള്ള തോന്നിവാസങ്ങളും തമ്മാടിത്തങ്ങളും ഒക്കെ അപ്പോഴാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. പല തോന്നിവാസങ്ങളിലൂടെയാണല്ലോ ഇപ്പം ജീവിതം, അല്ലേ? എല്ലാവരുടെ കയ്യിലും മൊബൈലാണ്. മൊബൈലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരുപാട് ദുർവൃത്തികളും തെമ്മാടിത്തങ്ങളും കടന്നു പോകുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ അപകടങ്ങൾക്കനുസരിച്ചുള്ള തിന്മയ്ക്കനുസരിച്ചുള്ള ഒരുപാട് തിന്മകൾ പുറത്തേക്ക് തള്ളിയവനാണ്. ആ തള്ളിയ മനുഷ്യൻ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിലപിക്കുകയാണ്, പടച്ചവനെ രക്ഷപ്പെടാനുള്ള വല്ല മാർഗവുമുണ്ടോ എന്ന്. ആ സന്ദർഭത്തിലാണ് ഖുർആൻ പറയുന്നു, യൗമ യതദക്കറുൽ ഇൻസാനു മാ സആ, ഈ നരകത്തിന്റെ മുമ്പിൽ വന്നു നിന്ന മനുഷ്യൻ ചിന്തിക്കുകയാണ്, ദുനിയാവിൽ വെച്ച് ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങൾ. വിചാരണ അവിടുന്ന് അവൻ നടത്തുന്നത്, വിചാരണ ഇവിടുന്ന് നടത്തുന്നത്. ചിന്തിച്ചിട്ട് യൗമ യതദക്കറുൽ ഇൻസാനു മാ സആ വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ, അവന് കാണാൻ വേണ്ടി നരകത്തെ പടച്ച തമ്പുരാൻ കൊണ്ടുവന്ന് നിർത്തി, മുട്ടുകുത്തിച്ച് അവിടെ നിർത്തിയപ്പോഴാണ് ഇവൻ ചിന്തിച്ചത്, വാസറൽ ഹയാത്ത ദുനിയ, ഇഹലോക ജീവിതത്തിന് മുന്തിയ സ്ഥാനം കൊടുത്തു, പരലോകത്ത് അവഗണിച്ചു, വിചാരണയെ ഓർത്തില്ല. ഇങ്ങനൊരു വിചാരണ പടച്ച തമ്പുരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് അവൻ ചിന്തിച്ചില്ല. പണം ഉണ്ടാക്കുമ്പോൾ പണം മാത്രം ഉണ്ടാക്കി, വ്യഭിചരിച്ചപ്പോൾ അവൻ വ്യഭിചാരം മാത്രം നടത്തി, കള്ളുകുടിച്ചപ്പോൾ അവൻ കള്ളുകുടിയനായി മാറി. എന്നല്ലാതെ ഞാൻ ഈ കള്ളുകുടിയനായി ജീവിച്ചാൽ എൻ്റെ അവസ്ഥ നാളെ പരലോകത്തെന്താവും ചിന്തിച്ചില്ല. ഇതെല്ലാം കാണുന്നു റബ്ബുണ്ടല്ലോ എന്നവൻ ചിന്തിച്ചില്ല. ഞാൻ മാത്രം അറിയുമല്ലോ, ഞാൻ മാത്രമാണല്ലോ ഇതെല്ലാം അറിയുക എന്നവൻ ചിന്തിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പറഞ്ഞ ഒരായത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആ ആയത്ത് നിങ്ങൾ അറിയുക. ഖുർആൻ പറയുന്നു, യൗമ തജിദു കുല്ലു നഫ്സി മാ അമിലത്ത് മിൻ ഖൈരിൻ മുഹ്ളറ, എന്തെല്ലാം സൽക്കർമ്മങ്ങളാണോ ദുനിയാവിൽ വെച്ച് ചെയ്തത് ഒരു പോയിന്റ് പോലും വിട്ടുകളയാതെ പടച്ച തമ്പുരാൻ അവിടെ കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ ഇവിടെ ഒത്തുകൂടി. ഈ ഒത്തുകൂടിയത് പടച്ച തമ്പുരാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്? ഞാൻ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വന്നത്? ഇത് കൃത്യമായിട്ട് ഇതിൽ ഒരു കളവിനും ചാൻസ് ഇല്ല. കാരണം ഈ രംഗം പകർത്തിയ ഈ ക്യാമറയേക്കാൾ വലിയൊരു ക്യാമറ പടച്ച തമ്പുരാന്റെ ഇവിടെ ഉണ്ട്.
ആ ക്യാമറ അത് പകർത്തിയിട്ടുണ്ട്. എന്തിനു വന്നു? എന്തായിരുന്നു ലക്ഷ്യം? ധാർമ്മികമായ അറിവ് നുകർന്ന് പലരും പല ലക്ഷ്യം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ വന്ന ആളുകളിൽ എല്ലാവരും ഈ കാര്യം അറിയണം, കേൾക്കണം എന്നതിനേക്കാൾ ഉപരി എൻ്റെ കൂട്ടുകാരൻ കേൾക്കട്ടെ, അവൻ നന്നാവട്ടെ, നല്ലൊരു ഉദ്ദേശമാണ്. ഞാൻ പോയാൽ എൻ്റെ കൂടെ അവനും കൂടെ ഉണ്ടാവുമല്ലോ, ഒരു നല്ല ഉദ്ദേശമാണ് അല്ലേ? നേരെ മറിച്ച് അവിടെ നമ്മൾ പോയാൽ നമ്മളൊക്കെ ആണ് ഇതിൻ്റെ ആളുകൾ. പോയി, എല്ലാം പോയി. ഇന്ന് ഏറെക്കുറെ സാലിഹായ അമലുകൾ നമ്മൾ നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രംഗം അതാണ്. ഞാൻ അവിടെ എത്തിയാൽ അതിൽ എനിക്കൊരു സ്ഥാനമുണ്ട് എന്നതാണ് ചിന്തയെങ്കിൽ കിട്ടൂല, നഷ്ടപ്പെട്ടു പോകും. അപ്പം യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്ത് മിൻ ഖൈരിൻ മുഹ്ളറ, ഒക്കെ സാന്നിധ്യം ഉണ്ടാവും, അവിടെ ഹാജറുണ്ടാവും. വമാ അമിലത്ത് മിൻ സൂയിൻ, തിന്മ എന്തെല്ലാം ചെയ്തു അതും നമ്മൾ അവിടെ മുമ്പ് കാണുകയാണ്, നമ്മളെ മുമ്പ് തന്നെ കാണുകയാണ് ചെയ്തോടത്തോളം. സാധാരണ എല്ലാം ചെയ്ത ആൾക്കാരെല്ലാം മറക്കുമല്ലോ അല്ലേ? ഇപ്പോൾ കൊലപാതകം നടത്തിയോ, കുറച്ച് കൊലപാതകം നടത്തി കുറേ പൈസ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി, കുറേ കൊട്ടേഷൻ, പല കള്ളുടി, ബാറ്റ് ചാരായം, കോയൽപ്പണം ഒക്കെ നടത്തി കുറേ പൈസ ഒക്കെ ഉണ്ടാക്കിയ ശേഷം ചില ആൾക്കാർ പെട്ടെന്ന് കാണാം പള്ളിയിൽ അങ്ങനെ വന്ന് അതിൻ്റെ അവിടെ അങ്ങനെ എല്ലാ വക്തും. അപ്പം നമ്മളെന്ത് ചെയ്യും? അയാളെ പിടിച്ചിട്ട് ഇപ്പം മൂപ്പര് വളരെ നന്നായിട്ടുണ്ട്, പിന്നെ നമുക്കൊരു കാര്യം മൂപ്പര് പള്ളിൻ്റെ പ്രസിഡന്റ് ഉണ്ടാക്കാം അല്ലേ? പക്ഷെ പടച്ചോ മറ്റൊന്നും മറന്നിട്ടില്ല. മറക്കാമെന്ന് അള്ളാഹു പറയുന്നുണ്ട് കേട്ടോ, നീ കേൾക്കുന്ന ആൾ തെറ്റിദ്ധരിക്കരുത്. മറക്കാമെന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അതെങ്ങനെ ആയിരിക്കാന്നറിയോ? അത്തായിബു കമൻലാ ദൻബനഹു, തൗബ ചെയ്യണം. ഒരു കുറ്റം അള്ളാഹു കൊണ്ടിരില്ല പരലോകത്ത്, ആരുടെ മുമ്പിലും കൊണ്ടിരില്ല. നമ്മളൊക്കെ ചെയ്ത എല്ലാ ബാപ്പ ചെയ്ത തെറ്റൊക്കെ മോനറിയണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ അളിങ്കാക്ക ചെയ്ത തെറ്റൊക്കെ നമ്മൾ അറിയണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമുക്ക് അളിക്കാക്കാതെ നിൽക്കാനല്ല തോന്നുക, ആണോ? അളിയൻ കുട്ടി ചെയ്ത തെറ്റൊക്കെ അളിയൻ അറിയാണെങ്കിലോ, പെങ്ങൾ അറിയാണെങ്കിലോ, ഉമ്മ അറിയാണെങ്കിലോ, ഇതെല്ലാം അള്ളാഹു ആരുടെ മുമ്പിലും ഹാജരാക്കൂലെന്നാ. നിങ്ങൾ തൗബ ചെയ്താൽ മതി. കമല്ലാതെ അൻപലഹു, ഒരു തെറ്റും അള്ളാഹു കൊണ്ടിരില്ല. പടച്ചവന്റെ വിട്ടുവീഴ്ച എന്തൊക്കെ എന്താ അറിയോ? മനുഷ്യരെന്ന നിലക്ക് നമുക്ക് തെറ്റുകൾ നമ്മളുടെ സഹജമാണെന്ന് അറിയുന്ന റബ്ബ് സൃഷ്ടിപ്പിൽ തന്നെ നമുക്ക് അത്തരം ഒരു ദൗർബല്യമുണ്ട്. ഖുലിഖൽ ഇൻസാനു ദഈഫ, അങ്ങേയറ്റത്തെ ദൗർബല്യത്തോടു കൂടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് പടച്ചതമ്പുരാൻ ഒരുപാട് വിട്ടുവീഴ്ചയും നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് തിന്മ ചെയ്താലും ആ തിന്മ അവിടെ വരും, ഒരു നന്മയും അവിടെ വരാതിരിക്കില്ല. എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയുന്നറിയോ? തബദ്ദുലു അന്ന ബൈനഹാ വ ബൈനഹു അമദം ബഈദാ, പടച്ചോനെ എൻ്റെ തിന്മയും ഞാനും തമ്മിൽ അകലമുണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. അകലുണ്ടാവും, അടുത്ത് നിൽക്കല്ലേ? ഏതെങ്കിലും ഒന്ന് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്ധമായി ജീവിക്കരുത്, മറിച്ച് വളരെ ബോധപൂർവം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ, ഇനിയാണ് നമ്മളുടെ വിഷയം, അങ്ങനെ ജീവിച്ചാൽ പടച്ചതമ്പുരാൻ പറയുന്നു, ഇപ്പൊ നമ്മൾ കള്ളുടിച്ചില്ല, വ്യഭിചരിച്ചില്ല, മോഷ്ടിച്ചില്ല, മറ്റുള്ളവരുടെ അഭിമാനം കവർന്നില്ല, മറ്റുള്ളവരുടെ അഭിമാനം ഉണ്ടാക്കി കൊടുത്തു, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പറഞ്ഞു വരത്തിയില്ല, മറ്റുള്ളവരുടെ രഹസ്യം പറഞ്ഞു വരത്തിയില്ല. അത് മാത്രമല്ല നമ്മളുടെ രഹസ്യം അള്ളാഹിനോട് നമ്മൾ മാപ്പപേക്ഷിച്ചു. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഒരു വിശുദ്ധി പുലർത്തിക്കൊണ്ടുള്ള ജീവിതം, ആരെയും കുറ്റപ്പെടുത്തൂല, അമിതമായി സംസാരിച്ച് എവിടെയും നിൽക്കില്ല. ഒരു സംസാരം കഴിഞ്ഞ് രണ്ടാം സംസാരം നമ്മളിൽ പാളിപ്പോവും ഇല്ലേ? നമ്മൾ ആദ്യം കൈ കൊടുക്കും, അസ്സലാമു അലൈക്കും, സ്വന്തമല്ലേ, അൽഹംദുലില്ലാ ഖൈറായിട്ട്, നിങ്ങളെ അങ്ങോട്ട് പോകണം, ഞാൻ അങ്ങോട്ട് പോകാം, നിങ്ങളോ ഞാൻ ഇങ്ങോട്ടേക്കാം. അല്ല നമ്മൾ ചായ കുടിച്ചാലോ? ചായ കുടിക്കാൻ വേണ്ടി കയറിയത് മുതൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുന്നത് നമ്മൾ രണ്ടാളും വിഷയമല്ല, പിന്നെ പോകുന്നത് സകല നാട്ടിലുള്ള ആൾക്കാരെ വിഷയമാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വേണ്ട, ഇതൊക്കെ അള്ളാന്റെ മലക്ക് രേഖപ്പെടുത്തും. കിറാമൻ കാത്തിബീങ്ങളുണ്ട് ഇവിടെ. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ മലക്കുകൾ വളരെ കൃത്യമായി ഇത് എഴുതുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഭർത്താൻ നിർത്തിക്കാണ്. പറയണ്ടേ? പറയൂ. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? ഏത് വിഷയ? നിങ്ങളെ വിഷയത്തിലുള്ള ന്യൂനതകൾ ആരെയും പറഞ്ഞു കേൾക്കുന്നതാണോ ഇഷ്ടം? അതോ മറ്റുള്ളവരുടെ ന്യൂനത കേൾക്കാനോ ഇഷ്ടം? മറ്റുള്ളവരുടെ ന്യൂനത കേൾക്കാൻ ഒരു വിചാരണാബോധമുള്ള സത്യവിശ്വാസിക്ക് പാടില്ല. സാധിക്കുമോ എന്നൊന്ന് പരിശോധിച്ചാൽ. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മറ്റുള്ളവരുടെ കുറ്റം കേൾക്കലല്ലേ? ആണോ? അതറിയണ്ട കേട്ടോ.
അവിടത്തേക്ക് നമ്മൾ എത്തണം. കാരണം അതിനൊക്കെ സമയമായി നമുക്ക്. ഇനി നമുക്ക് അധികം സമയം ഇവിടെ ഇല്ല. നമുക്ക് തന്നെ അറിയാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ സാധനം അതൊക്കെ അല്ലേ. പിന്നെ അള്ളാൻ്റെ ഒരു കനിവുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുക അല്ലേ. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടി, നിങ്ങൾ പത്രത്തിൽ കാണും, ഒരു അബ്ദുൾ റസാഖ് എന്ന കുട്ടി. കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടി. അപ്പോൾ ഫസ്റ്റ് ഇയറിന് അവൻ പഠിച്ചിരുന്ന സൂറത്ത് അൽ മുഅ്മിനൂനാണ്. സെക്കൻഡ് ഇയറിൽ എത്തിയപ്പോൾ അങ്കബൂത്താണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച അവന് എൻ്റെ ക്ലാസ്സിലുണ്ട്. ഞാൻ ഖുർആൻ അങ്കബൂത്ത് ചെക്ക് ചെയ്തിട്ട് 48 ആയത്താണ് ഈ വർഷം നമ്മൾ തുടങ്ങിയതിന് ശേഷം ആരംഭിച്ചത്. അവിടെ വരെ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ആ രംഗം ഓതി. അങ്ങനെ ഓതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ്റെ ഭാര്യയും ഉമ്മയുണ്ട് ക്ലാസ്സിൽ. ഞാൻ പറഞ്ഞു, ഭാര്യയ്ക്കും ഉമ്മക്കൊന്ന് ചോറ് കൊടുക്കുക, ഇതുപോലെ പഠിച്ചിട്ടില്ല അവനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നിപ്പം ഖബറിലുള്ളത്. 2 കിഡ്നിയും ഫെയിലിയറായിരുന്നു. എന്നിട്ട് വേറൊരാൾ കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എനിക്ക് പടച്ചതമ്പുരാൻ ജീവിതം എത്രയാണോ തന്നത് മതി. ക്ലാസ്സിൽ നിന്നാണിത് പറയുന്നത്, ഇത്രയും കുട്ടികളുടെ മുമ്പിൽ. അപ്പം ഇന്ന് ഖബറിലുള്ളത്. ഇന്നലെ വരെ കുട്ടി സ്വന്തമായി വണ്ടി ഡ്രൈവ് ചെയ്ത് പോയ ആളാണ്. ഒരു തകരാറില്ല, യാത്രയായി. പക്ഷേ ഒരു പ്രതീക്ഷ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. കാരണം അത്രയും ഖുർആനൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലോ ആ റൂഹ് അങ്ങ് പോയത്. ഇപ്പം ഞാൻ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ ഒരു കുട്ടി ഇപ്പം എന്നോട് ഇപ്പം ഇവിടുന്ന് കണ്ടപ്പോൾ പറഞ്ഞു, അവർ വളരെ വിനയമുള്ള ഒരാളല്ലേ എന്ന് ചോദിച്ച കുട്ടി അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ 2 കൊല്ലം ആ കുട്ടി പഠിച്ചത് മുഴുവനും വളരെ ഭംഗിയായി പഠിക്കുകയും നല്ല ശുദ്ധമായ ജീവിതവും ആരോടും അങ്ങനെ സംസാരിക്കാതിരിക്കുകയും ഒക്കെ വളരെ നല്ലൊരു ഉടമസ്ഥനായിരുന്നു അവൻ. ആ ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാളിപ്പോകരുത്. അമിതമായി സംസാരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങളും നമ്മൾ വെറുതെ പേറി നടക്കാൻ തയ്യാറാവരുത്. നമുക്കൊരു ചിന്ത വേണം, ഞാൻ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളൂ. ആ ചിന്ത നമുക്ക് വന്നാൽ ഖുർആൻ പറയുന്നു, ആ നിലയ്ക്ക് ജീവിച്ച ആളുകളുടെ വിചാരണയെ സംബന്ധിച്ച് ഖുർആൻ പറയാം. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉ മുഖ്റഉ കിതാബിയ. എന്താ, വലത്തെ കയ്യിലാണത്രേ പടച്ചതമ്പുരാൻ പരലോക ബോധത്തോടുകൂടി പരലോക ചിന്തയോടുകൂടി വിചാരണയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിച്ച ആളുകളുടെ കർമ്മരേഖ എഴുതിയത് അള്ളാഹു പരലോകത്തിന് വലത് കയ്യിലാണ് കൊടുക്കും. അപ്പൊ പറയും, ഹാഉ മുഖ്റഉ കിതാബി, എന്നൊന്ന് നിങ്ങൾ വായിച്ചു നോക്കി. എൻ്റെ കിതാബിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തിയാണ് ഞാൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ. നിങ്ങളൊന്ന് നോക്കാട്ടെ. ഇങ്ങനൊരു വിചാരണയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു ഞാൻ സംസാരിച്ചത്, ഞാൻ പ്രവർത്തിച്ചത്, ഞാൻ ജീവിച്ചത് എന്ന് പരലോകത്ത് നമ്മൾ തന്നെ പറയും. അവൻ അള്ളാഹു തൃപ്തിപ്പെടുന്ന, അവൻ തൃപ്തിപ്പെട്ട ഏറ്റവും ഉന്നതമായ സ്വർഗത്തോപ്പിലാണത്രേ അവന്റെ ജീവിതം. ഫീ ജന്നത്തിൻ ആലിയ. അപ്പോ വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിച്ചു. അള്ളാഹു പറയുന്നു, സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്നു. വിചാരണയോർത്ത് ജീവിച്ച മനുഷ്യനെ ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് കയറി വരിക, അപ്പൊ അങ്ങോട്ട് കയറി വരികയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾ നമ്മൾ കൈ തന്ന് അസ്സലാമു അലൈക്കും ഇരിക്കി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. നേരെ മറിച്ച് നമ്മളിവിടെ അങ്ങനെ വന്നു, പൈസ ഇല്ലാണ്ട് ഇറച്ചിക്ക് തന്ന മാതിരി ഉണ്ടല്ലോ. പൈസ ഇല്ലാണ്ട് ഏത് പീടിയയിലും പോകാം, ഇറച്ചിപ്പീടിയെ പോകാനില്ല, അവൻ്റെ കയ്യിൽ മറ്റേ കത്തിയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൊള്ളർന്ന് പറയില്ല, അങ്ങനെ 1 കിലോ ഇറച്ചി തൊള്ളർന്ന് പറയില്ല, അങ്ങനെ ആക്കല. 1 കിലോ ഇൻകീന്നാ കാണിക്കുന്നത്, പക്ഷെ അത് തൊള്ളർന്ന് പറയില്ല. ഇത് കണ്ടിട്ടോ കൊത്തിപ്പോണം, അല്ല ഞാൻ ഓനെയും കൊത്തും. അജാതി കറ്റിയും അജാതി മുട്ടിയാണ് ഉള്ളത്. എടുത്തു വെക്കാൻ ഒരു പണിയില്ല. കാരണം നമ്മളെക്കാൾ വെയിറ്റുള്ള സാധനത്തിന് തല പിടിച്ച് തിരിച്ചൊരൊറ്റ അടിക്ക് തള്ളിയിട്ടിട്ട് ലെവലാക്കിയിട്ട് തൂക്കിയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമ്മളെ മുമ്പിൽ ഇറച്ചി എത്തിക്കണവനാ. അപ്പം അതുകൊണ്ട് അവിടുന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. കാരണം അങ്ങനെ ബാക്കിയൊക്കെ ആങ്ങിയാണ്, വർത്താൻ ഉണ്ടാവില്ല, സുമ്മും ബുക്കും ഒക്കെ ആയി മാറും ഇറച്ചിപ്പീടിയെ പോയാൽ, പൈസ ഇല്ലാണ്ട് പോയാൽ കേട്ടോ. അപ്പം ഏതായിരുന്നാലും പടച്ചതമ്പുരാൻ ഈ വിചാരണ ഓർത്ത് ജീവിച്ച മനുഷ്യനെ പരലോകത്തേക്ക് മലക്കുകൾ ആനയിക്കും. ഖുർആൻ പറയുന്നു സൂറത്ത് ഖാഫ്, മറിച്ച് നോക്കും, ഉസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ, മുത്തഖുകൾക്ക് വേണ്ടി പടച്ചതമ്പുരാൻ സ്വർഗം അടുപ്പിക്കും. സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകൾക്ക് വേണ്ടി പടച്ചതമ്പുരാൻ ഒരുക്കിയ സ്വർഗമാണത്. അതാരാണ്? മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി, രഹസ്യ ജീവിതത്തിൽ പടച്ചവനെ ഭയപ്പെട്ടവരാണവർ. രഹസ്യ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്, പരസ്യ ജീവിതത്തിലല്ല. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പരസ്യ ജീവിതത്തിലാണ്.
ആൾ കാണുന്നിടത്തൊക്കെ നമ്മൾ വളരെ തത്വമുള്ളവരാണ്, ആൾ കാണുന്നിടത്ത് നമ്മൾ നല്ല ഉത്സുകരായ പ്രവർത്തകരാണ്, ആരും കാണാനില്ലേ നമ്മൾ ഉദാസീനരാണ്. അല്ലേ അല്ലേ? ഇതല്ല, ഇത് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. തെറ്റൊക്കെ വന്നപ്പോൾ അപ്പോൾ പടച്ചവനോട് അവൻ മാപ്പാക്കാൻ വേണ്ടി ഖേദിച്ച് മടങ്ങിയവനാണ്. നാല് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നു, ദുഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്. ശാന്തമായി സമാധാനമായി സന്തോഷപൂർവ്വം നിങ്ങൾക്ക് പടച്ച തമ്പുരാന്റെ ശാശ്വത സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. മലക്കുകൾ നമ്മളെ ആനയിക്കുകയാണ്. എന്നിട്ട് പടച്ച തമ്പുരാന്റെ മലക്കുകൾ നമ്മളിൽ വന്നുപോയ എവിടെയെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിചാരണയെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ തന്നെ ചില തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും വൈകല്യങ്ങളും ഒക്കെ വന്നുപോയവരാണ് നമ്മൾ. അത് പടച്ചവനറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധരായ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമത്രേ. വിചാരണയെ ഓർത്ത് ജീവിച്ച മനുഷ്യൻ ചിലപ്പോഴൊക്കെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി. അള്ളാഹുവിൽ വിശ്വസിച്ച മലക്കുകൾ, പടച്ച തമ്പുരാൻ സ്തുതികീർത്തനം നടത്തുന്ന മലക്കുകൾ, പടച്ച തമ്പുരാന്റെ അർശ് സിംഹാസനം വഹിക്കുന്ന മലക്കുകൾ പടച്ചവനോട് പറയുന്നു, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു. വിശ്വസിച്ചവർക്ക് വേണ്ടി അതാ അവർ പ്രാർത്ഥന നടത്തുന്നു മലക്കുകൾ. പരലോകത്തുന്നതാ ഈ വിചാരണയെ ഓർത്തുകൊണ്ട് ജീവിച്ച സത്യവിശ്വാസിക്ക് വേണ്ടി പരലോകത്ത് നിന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പടച്ചവനെ ഫഗ്ഫിർ ലില്ലദീന താബൂ. പടച്ചവനെ തെറ്റ് വന്നിട്ട് തൗബ ചെയ്തു, വിചാരണയെ ഓർത്തപ്പോൾ അവൻ തൗബ ചെയ്തു, അവർക്ക് പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ. വത്തബഉ സബീലക, നിന്റെ മാർഗമുണ്ടല്ലോ, ഖുർആനും തിരുസുന്നത്തും അവർ പിൻപറ്റിയിട്ടുണ്ട്. അവർക്ക് കഴിയും പ്രകാരം അതാണ് അവർ ജീവിതത്തിൽ പാർത്തിയത്. അതിനോട് അവർ പുറംതിരിഞ്ഞു നിന്നിട്ടില്ല പടച്ചവനെ. അതുകൊണ്ട് നീ അവർക്ക് മാപ്പ് കൊടുക്കണേ. വഖിഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് അവരെ നീ രക്ഷിക്കണേ തമ്പുരാനെ. തീർന്നില്ല, മലക്കുകൾ പ്രാർത്ഥന തുടരുന്നു. റബ്ബനാ അദ്ഖിൽഹും ജന്നാത്തു അദ്നിൻ. പടച്ചവനെ ഏദൻ തോട്ടത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണം, ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിക്കണം. അല്ലത്തി വഅതഹും, നീ അതാണല്ലോ അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തത്, അതിൽ അവരെ നീ പ്രവേശിപ്പിക്കണം. അവരെ മാത്രമല്ല വസലഹ മിൻ ആബായിഹിം, അവരുടെ പിതാക്കളിൽ നിന്ന് ആരൊക്കെ ഈ നിലക്ക് തെറ്റുകൾ വന്നപ്പോഴൊക്കെ വിചാരണയെ ഓർത്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ച ആരൊക്കെ പൂർവ്വപിതാക്കന്മാരുണ്ടോ അവർക്കൊക്കെ പടച്ചവനെ സ്വർഗത്തിൽ കുടുംബസമേതം അവസരം കൊടുക്കണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ കുടുംബസമേതം എത്താൻ നമ്മളാരും നമ്മളെ നമസ്കരിച്ചിരുന്ന നമ്മൾ പറയില്ല ഉണ്ടോ? നമ്മൾ ഏറിയാ പറയാം നമ്മളെ വാപ്പനെ അല്ലേ, നമ്മളെ വാപ്പനെ നമ്മളമ്മാനെയൊക്കെ പഠിച്ച സ്വർഗത്തിലാക്കണേ നമ്മൾ പറയും ഏറിയാൽ അല്ലേ. മലക്കുകളുടെ ഈ നിലക്ക് ജീവിച്ച അവരുടെ മുഴുവൻ വാസുവാജിഹിം, അവരുടെ ഇണകളെയും പടച്ചവനെ നീ സ്വർഗത്തിലാക്കണം. വദുരിയത്തിഹിം, അവരുടെ മക്കളെ നീ സ്വർഗത്തിലാക്കണം. മലക്കുകളുടെ പ്രാർത്ഥന നോക്കണം നിങ്ങൾ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, പടച്ചവനെ നീ പ്രതാപശാലിയും തത്വജ്ഞാനിയുമാണ്. അതുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥന പടച്ചവനെ നീ ഞങ്ങൾക്ക് എടുക്കണമേ. ആ നിലക്ക് അവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചാൽ മലക്കുകളുടെ പ്രാർത്ഥന വെറുതെ ആവില്ല, നമുക്കറിയാലോ അല്ലേ. മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തൗബ ചെയ്യാൻ തയ്യാറുള്ളവരും വിചാരണയെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരുമാവണം. അല്ലോ, തെറ്റൊക്കെ മനുഷ്യ സഹജമാണ്, യാതൊരു സംശയവുമില്ല. 100% ക്ലാരിഫിറ്റിയോടുകൂടി മരിച്ചു പിരിഞ്ഞ ആളുകൾക്കാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവസരം ലഭ്യമാവില്ല. റസൂലുള്ളാഹി പറഞ്ഞു ഒരിക്കൽ, പിന്നെ നമ്മളെ അമലുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അങ്ങ് അങ്ങനെ കിടക്കുമോ? അപ്പൊ പറഞ്ഞു, ഞാനും അങ്ങനെയല്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹ്, പടച്ച തമ്പുരാൻ എന്നെ ആവരണം ചെയ്താലല്ലാതെ, ബിറഹ്മത്തിൻ മിൻഹു വഫളിൽ, പടച്ചോന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് അള്ളാഹു എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് സ്വർഗല്ലേ, അത് കിട്ടണ്ടേ. അല്ലാണ്ട് ഇവിടെ ജീവിച്ചിട്ട് എന്താ കാര്യം? എന്താ ഇപ്പൊ ലാഭം ഉണ്ടായത്? ഇവിടെ ജീവിച്ചതിന് എന്താ ലാഭം ഉണ്ടായത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു നേരെ ചിന്തിക്കൂലേ? ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞു പോയ ഏത് മനുഷ്യൻ ചിന്തിക്കൂലേ എന്താ ഉണ്ടായത്? ഓടി നടന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഏത് നിമിഷവും ജീവിതം അവസാനിപ്പിച്ച് പോകാവുന്ന ഒരു ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതല്ലേ. കഴിഞ്ഞ ദിവസം ഒരു തലശ്ശേരി ഒരു വാർത്ത കേട്ടില്ലേ? ഒരു പിഞ്ചു പൈതലും ഒരു കല്യാണത്തിന് പോയൊരു ചെറുപ്പക്കാരനും ട്രെയിൻ തട്ടി അല്ലേ. എന്താ ആ മനുഷ്യന്റെ ജീവിതം? ഏതൊരു മദ്രസാധ്യാപനാണെന്നാണ് പത്രത്തിൽ കണ്ട, പേര് ഞാൻ ഓർക്കുന്നില്ല.
എന്താ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു? ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചു പോകേണ്ട ഒരു ജീവിതത്തിന് ഇത്രമാത്രം ഹിമാലയത്തോളം സ്ഥാനം അതിന് കൊടുക്കേണ്ടതുണ്ടോ? ഒന്ന് ചിന്തിക്കുക. നമ്മളിപ്പോൾ ഒരു വിലയിരുത്തലാണ്. കേവലം വെറുതെ നമ്മളിങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് സമയം കൊന്നിട്ട് കാര്യമില്ല. നമ്മളെ ഏറ്റവും വിലപ്പെട്ട സ്ഥലത്താണ് നമ്മളുള്ളത്, ഏറ്റവും വിലപ്പെട്ട മലായിക്കളുടെ സാന്നിധ്യമുള്ള സ്ഥലത്താണ് നമ്മളുള്ളത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ചിന്തക്ക് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് പടച്ചതമ്പുരാൻ പറയുന്നു, സ്വർഗപ്രവേശത്തിന്റെ കാരണം ഇനി നമ്മൾ വിലയിരുത്തുമ്പോഴും ഇങ്ങനെ തന്നെ. ഈ സ്വർഗത്ത് കയറിയല്ലോ, എല്ലാവരും കൂടി മലക്കുകളും പ്രാർത്ഥിച്ചു, നമ്മളുടെ പ്രവർത്തനം എല്ലാം കൂടി അള്ളാഹിന്റെ ഫൗലും റഹ്മത്തും എല്ലാം കൂടി അതിന് സ്വർഗത്ത് കടന്നു നിൽക്കുക. എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നു നോക്കുക. നമ്മൾ സ്വർഗത്തിൽ വാക്കുബല ബാലുഹും അലാ ബാലിൻ യതസാഅലൂൻ, പരസ്പരം ഭയങ്കര ചർച്ച. പരലോകത്തിന് ഇതൊക്കെ ഓർമ്മാവും. ഈ സി ടവറിൽ ക്ലാസ് ചൊവ്വാഴ്ച ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കണ്, അതയക്കണ്, വളരെ പണി, ഓരോരുത്തരും ഓരോരോ പണി എടുക്കുന്നുണ്ട്. ചിലർ ഇന്ന് ക്ലാസ് ഉണ്ട്, നിങ്ങൾ പോയിട്ടോ, ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ, ഇന്ന് ചൊവ്വാഴ്ച കേട്ടോ, ഇവിടെ ക്ലാസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ സാലിയായ അമലായി വരില്ലേ. ചിലർ അത് വരണ്ട, ഇതിനാ പോരൊക്കെ കൊണ്ടുപോകണം, അപ്പൊ അത് കുറ്റമായില്ലേ, അല്ലേ? വളരെ നിസ്സാരമായ കാര്യമാണ്. നമുക്ക് നിസ്സാരമായിരിക്കും, പക്ഷെ അള്ളാന്റെ മുമ്പിൽ അതൊക്കെ വലിയ കാര്യമായി മാറുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പരസ്പരം ചിന്തിച്ച പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ വയലൊക്കെ ഘടിപ്പിച്ചു, ഇവിടെ ക്യാമ്പൊക്കെ ഘടിപ്പിച്ചു, അങ്ങനെ ഉണ്ടല്ലോ. അത് പള്ളിക്ക് പോയി പിരിവിന് പോയി കുറേ ആൾക്കാർ ചീത്ത, എന്തിനാണ് ഈ പള്ളി ഉണ്ടാക്കുന്നത്? അന്ന് നേരം കൊണ്ട് സാധുക്കൾക്ക് സത്രം ഉണ്ടായിക്കോട്ടൂടെ, ഇവിടെ പുര ഉണ്ടാക്കണ്ടേ? പള്ളിയും സത്രവും വീടും ഒക്കെ ഇവിടെ കിടക്കുന്നു. വീടെന്ന് പറയുന്ന ഒരാൾക്ക് അന്ത്യം ഇറങ്ങാനുള്ളതാ. പള്ളി എന്ന് പറഞ്ഞാൽ സാംസ്കാരിക നിലയാണ്. അതൊരു മനുഷ്യ സമൂഹത്തിന്റെ ലൈറ്റ് ഹൗസ് ആണ് പള്ളി എന്ന് പറഞ്ഞാൽ. ആ പള്ളിക്ക് പിരിവിന് പോകുമ്പോൾ ചിലർ മോന്ത കറപ്പിക്കും, ചിലർ ചീത്ത അറിയും, ചിലർ നമ്മളെ കാണുമ്പോൾ തന്നെ മലക്കുൽ മൗത്തിനെ കണ്ടായിരിക്കണം. റെസീറ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് രാവിലെ തന്നെ. ഇവര് സുബഹിസ്കരിക്കും തന്നെ ഇതിന് വേണ്ടിയാണോന്ന് വരെ നമ്മളെ പറ്റി സംശയിക്കുന്നുണ്ട്, അല്ലേ? അതൊക്കെ നമ്മൾ വകവെച്ചില്ല. അത്തരം കാര്യങ്ങളൊക്കെ അതവിടെ പറഞ്ഞോട്ടെ, നമ്മളെ എടുക്കുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ നമ്മൾ നാളെ പരലോകത്ത് സ്വർഗത്ത് കയറിയതിന് ശേഷം പരസ്പരം ചർച്ച. എന്നിട്ട് ചർച്ചയിലെ ഉൾത്തിരിഞ്ഞൊരു വിഷയം, കാലു, അവർ ചർച്ചയിൽ പറയുന്നു, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ, കുടുംബത്ത് ജീവിക്കുമ്പോൾ പടച്ച തമ്പുരാനെ പേടിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചത്. അങ്ങനെയാണ് അപ്പം നമ്മൾ കുടുംബത്ത് ജീവിക്കുന്നത്. പടച്ചോനെ പേടിച്ചിട്ടാണ് കുടുംബത്ത് ജീവിച്ചത്. കുടുംബത്തെത്തുമ്പോഴാണല്ലോ നമ്മളെല്ലാം പതറിപ്പോല്ലേ. കാരണം നമ്മളെ ഭാര്യ പറയും, എനിക്കത് വേണം, മറ്റത് വേണം, എല്ലാം അത് വേണം, ഇത് വേണം. അപ്പം നമ്മൾ അത് വേണോ? അതല്ല വേണ്ടി. നമുക്ക് നാളെ പിന്നെ പുഡിങ് ഉണ്ടാക്കണം. അപ്പം നമ്മൾ പറയണം, പുഡിങ് ചോറൊക്കെ തിന്നതിൻ്റെ മുകളിലുള്ളതല്ലേ, എന്തിനാ ഈ പുഡിങ്ങിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇതിനൊക്കെ പറ്റി അല്ല വിചാരണ ചെയ്യൂലേ ഈ പുഡിങ്ങിനെ പറ്റി? എന്താ അന്ന് തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, അനുഗ്രഹത്തെ കുറിച്ചൊക്കെ അല്ല ചോദ്യം ചെയ്യൂലേ? പള്ള നിറഞ്ഞ് ഏമ്പക്കം വിട്ട നമ്മൾ ചിലർ പറഞ്ഞത് അറിയോ, ചോറ് തിന്നതിൻ്റെ മുകളിൽ മധുരം തിന്നൽ സുന്നത്താണ്. അങ്ങനെയുണ്ട്. ഓൻ ചെയ്യണ തെറ്റിന് ഓന് സുന്നത്തിന്റെ ഒരു ബലും കൂടിയാണ് കുടിക്കുക കേട്ടോ. എന്നിട്ട് അതും വാരി തിന്നുക, അത് എല്ലാം തിന്നുക. അപ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ, പരലോകത്ത് പടച്ചോന് 2 പുഡിങ് ഉണ്ടാക്കിയാണ് അറിയങ്ങള്, അല്ലേ? 2 പുഡിങ് അവിടെ ഉണ്ട് പരലോകത്ത് നരകത്തിൽ. ഖുർആൻ പറയുന്നു, ഇല്ലാ ഹമീമം വഗസാഖാ ജസാഅം വിഫാഖാ, ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ, വിചാരണ ഓർക്കാതെ ജീവിച്ചവനാണ് അവൻ. അവൻ അല്ലാഹു ഒരുക്കിയിരിക്കുന്ന പുഡിങ് എന്താ അറിയോ? അതിശക്തമായി തിളപ്പിച്ച ജലം, അതിശക്തമായി തണുപ്പിച്ച ജലം, ഹമീമും ഹൊസാക്കും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നോ, പുഡിങ് ഇവിടുന്ന് തരും. അപ്പൊ പുഡിങ് ഇങ്ങനെ അവർ കഴിക്കുമ്പോൾ ആലോചിച്ചാൽ മതി, 2 പുഡിങ് അവിടെ ഉണ്ട്, ഇത് കുടിക്കണോ വേണ്ടേ? അപ്പൊ നമ്മളതെല്ലാം വേണ്ട നിൽക്കുമ്പോൾ അത് ഉണ്ടാക്കണോ എനിക്കൊന്ന് തോന്നും, ഇതാരും ഇപ്പൊ തിന്നലില്ല, എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു ഇത് ഇങ്ങോട്ട് പോകണം കേട്ടോ. ഇതങ്ങനല്ല, ഉള്ള എല്ലാം വാരി തിന്നും, കിട്ടുന്നത് മുഴുവൻ, അല്ലേ? എന്നിട്ട് പരലോകം ഉണ്ട് എന്ന് കാര്യം, പരലോകം ഉണ്ട് എന്ന് പറഞ്ഞാൽ വിചാരണയെ കുറിച്ച് ഓർത്തുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തൊരുപാട് ആളുകളുണ്ട്. നമ്മൾ ഈ പണമൊന്നും ഇങ്ങനെ ദുർവ്യയം ചെയ്യണ്ട, ദുർവ്യയം ചെയ്യുന്നവൻ കുടുങ്ങിപ്പോവും, അങ്ങനല്ലേ? ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ, ചെകുത്താന്റെ കൂട്ടുകാരനല്ലേ? എന്തിനതിന്റെ ആവശ്യം? ഒരു നേരം അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക. കുടുംബത്ത്
അള്ളാഹിനെ പേടിച്ച് ജീവിക്കാറതാ. എന്നിട്ട് നമ്മൾ അടുത്ത ചർച്ച പറയല്ലോ സ്വർഗത്തിൽ നിന്ന്. ഓ മന്നല്ലാഹു അലൈന, അതുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു. ഈ ശരീരത്തിന്റെ രോമകൂപങ്ങളിലേക്ക് കുത്തിത്തുളക്കുന്ന നരകാഗ്നിയിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മെ രക്ഷിച്ചു. കാരണം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദൂഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഏറ്റവും കരുണാനിധിയായ പടച്ച തമ്പുരാനോട് നമ്മളുടെ എല്ലാ പാപങ്ങളും അതിന് പുറമെ പുറത്തു തരാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹു അല്ലാത്ത ഒരാളോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുമില്ല. അവിടെ വെച്ച് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരസ്പരം ചർച്ച നടന്നു. ഇനി ഇതേ ചർച്ച നരകവാസികളുണ്ട്, ഇതേ ചർച്ച നരകവാസികൾ നടത്തും. നമ്മൾ നടത്തിയ സ്വർഗത്തിൽ നിന്നാണ്. ഇനി നരകത്തിൽ കയറിയോല് ഓലെന്താ പറഞ്ഞു നമുക്ക് നോക്കാം. അവരെ പറ്റി സ്വർഗത്തിലുള്ള ആൾക്കാർ ഇവരൊക്കെ നമ്മളെ അപ്പം ചിലപ്പോൾ ബാപ്പ സ്വർഗത്തിൽ മോൻ നരകത്തിൽ, ചിലപ്പോൾ മോൻ സ്വർഗത്തിൽ ബാപ്പ നരകത്തിൽ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഭാര്യ ചിലരൊക്കെ പറയലുണ്ട്, മൗലവി നമ്മളെ ഇവിടെ ഉള്ള ഭാര്യ ആയിരിക്കും അവിടെ മൂപ്പര് കയറിയ ഭാര്യ. അല്ല നമ്മൾ രണ്ടാളിപ്പോൾ അവിടെ എത്തിയാലേ ഇവള് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പോണ്ടാളൊക്കെ എന്നാ അങ്ങക്കൊന്ന് കേൾക്കണോ? അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? പടച്ച തമ്പുരാൻ ഇപ്പൊ ഉണ്ടാക്കിയ കോലത്തിൽ എല്ലാവരും ഉണ്ടാക്കുക. അള്ളാഹ് തന്നെ പറയാ വേറെ കോലത്തിൽ ഉണ്ടാക്കി. ഇപ്പൊ ഉണ്ടാക്കിയ എന്തിനാ നിങ്ങള് ഇപ്പൊ എറ്റികൾ എങ്ങനെ ആക്കിയില്ലേ? നമ്മളെ സ്ഥിതി എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ചായ ഉണ്ടാക്കാൻ പറഞ്ഞാല് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അല്ല എൻ്റെ കുപ്പായം തിരുമ്പിയോ? ഏത് കുപ്പായം? നിങ്ങൾക്ക് എൻ്റെ തിരുമ്പി കൂടി കഴിഞ്ഞോ ചോദിക്കൂലേ? ഇത് ഈറ്റിങ്ങളുടെ ഒരു ദൂഷ്യവശം നമ്മൾ സഹിക്കുമ്പോണോ? അല്ലാണ്ട് വെറും ഓളെ ഗുണം അനുഭവിച്ചാൽ മതിയോ? പോരല്ലോ. അവർക്ക് ചെറിയൊരു കുറവോട് വിട്ട് അവിടെ സൃഷ്ടിച്ചത്. ആ കുറവ് തീർത്തിട്ട് അവിടെ സൃഷ്ടിക്കും കേട്ടോ. ഇവിടുന്ന് ആ കുറവ് നമ്മൾ എന്തെന്നെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾ എന്തെല്ലാം ഗുണസമ്പൂർണമായൊരു പെണ്ണായിക്കോട്ടെ, എന്നാലും ഓൾക്കുള്ളതായ ന്യൂനതകൾ ഉണ്ടാവും. നിങ്ങൾ ചായ ഉണ്ടാക്കി കൊണ്ടിട്ട് അല്ലാതെ എന്താ ചായയിൽ മധുരം അധികമാണല്ലോ, ചായയിൽ മധുരം അധികം ഉണ്ടാവും. ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ, ബാക്കി നമ്മൾ ഇട്ടാന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല അത് ഓൾ അങ്ങനെ പറയേണ്ടത് കേട്ടോ. ഇനി ഓള് നമ്മളടുത്ത് നമ്മൾ ചോദിക്കുകയാണല്ല ഇതിലെന്തേ പിന്നെ ചായപ്പൊടി വളരെ കുറവാണല്ലോ. ഞാൻ ചായപ്പൊടി ഇട്ടീനി. ഇതിൻ്റെ അർത്ഥം നമ്മൾ ചായപ്പൊടി മുങ്ങി എടുത്തുകൊണ്ടേറ്റ് കേട്ടാക്കിയതല്ലോ. ഇതൊക്കെ ദ്യോതിപ്പിക്കുന്ന പറഞ്ഞു. ബാക്കി ചായപ്പൊടി ആരെടുത്ത്? ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ആരെടുത്ത്? എനിക്കറിയില്ല. നിങ്ങൾക്ക് ചായപ്പൊടി തീർത്താ ചായപ്പൊടി നിങ്ങൾ തിന്നാ തീരൂല. നിങ്ങൾക്ക് ഈ ചായപ്പൊടി പിന്നെ നിങ്ങൾ ഈ ചായ ചോദിക്കേണ്ട ആളോട് എത്തും അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഈ വെറുപ്പ് വരാൻ കാരണം. അതാണ് ഇവൾ തന്നെയാണ് അവിടെ ചോദിച്ചത്. അത് നിങ്ങൾക്ക് മറുപടിയാണ് അള്ളാഹ് പറഞ്ഞത്. ഇത് ഇക്വാലത്തിലല്ല വരിക, എന്ത് വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് വരും കേട്ടോ. അങ്ങനെ കേട്ടോ, നല്ല വിശാല നേത്രങ്ങളായ വളരെ കൃത്യമായ സൗമ്യ സ്വഭാവികളായ കേട്ടോ അവരാണ് അവിടെ ഉണ്ടാകുക. അല്ലാണ്ട് നിങ്ങൾ ചോദിക്കേണ്ടത് ഈ ഭാര്യ തന്നെ ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് വേറാണ്ട വളരെ നല്ല ഉത്സാഹം തരും. അതുകൊണ്ട് എപ്പോഴും അവളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൂടി തരക്കാം, നമുക്ക് അവിടെ കൂടാ, നമ്മൾ രണ്ടാളി വേറെ അള്ളാഹ് സൃഷ്ടിക്കും. നമ്മളെ കോലത്തിലാണ് ഓളെ കൂടുതലാക്കണേ. ഓളും പറയുന്നുണ്ട് ഇയാൾ തന്നെ ആയിരിക്കും അവിടെ അല്ലേ? അതുമല്ല, അതും വ്യത്യാസം വരുന്നുണ്ട്, വേറാണ്ടല്ലോ. അപ്പൊ രണ്ടു കൂട്ടരും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത്തഅയുൻ, കണ്ണിന് കുളിർമ ഏകും വിധമുള്ള ജീവിതം ഇവിടെയും അവിടെയും പടച്ചതമ്പുരാൻ തരും. എങ്ങനെയായാൽ നമ്മളുടെ ജീവിതം ഇവിടൊക്കെ നമുക്ക് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ആ പൊരുത്തക്കേടുകൾ നമുക്ക് വളരെ നല്ലതുമാണ്. നല്ലൊരു പേപ്പറാട്ടോ ഈ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര പേപ്പറാ. പെട്ടെന്ന് ദേഷ്യം പിടിക്കും ചിലവര് ആണുങ്ങൾ മൂക്കത്തിൻ്റെ ഇവിടെ ഇതുണ്ടാകുക. പിന്നെ വയസ്സാവുമ്പോൾ ഒക്കെ ആണിനെ പോലത്തെ നല്ല മനുഷ്യൻ ദുനിയാവിൽ വേറെ ഉണ്ടാവില്ല. വയസ്സായാലും നിങ്ങൾ അങ്ങോട്ട് പോണോ ഓളോട്? പോവല്ലേ? നിങ്ങൾ പോയിക്കോളി. അപ്പോൾ മൂപ്പര് പോയി. ചെറുപ്പത്തിൽ അങ്ങനല്ലേ, യുവാവാണ് സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടോ? ഞാൻ അല്ലാണ്ട് പിന്നെ എൻ്റെ ആപ്പയാവുക എന്ന് ചോദിച്ച മനുഷ്യരാ. ഇപ്പൊ ഭയങ്കര സ്മൂത്തായി അല്ലേ? എന്നിട്ട് നമ്മളെ പെണ്ണുങ്ങളെന്താ പറഞ്ഞു അറിയാം മക്കളോട്? ഞാൻ എൻ്റെ വാപ്പ എങ്ങനെ ഉണ്ടായിരുന്ന ആളാന്നറിയോ? ഇങ്ങനെ ആക്കിയ ഞാനാണ്. അല്ല, ആ സാധുവിൻ്റെ വയസ്സായതാ. എന്നിട്ടും ചില വയസ്സന്മാർ പറയല്ലേ അങ്ങനെ നീച്ച് നിൽക്കാൻ വയ്യ. എന്നിട്ടും പറയും എന്ത് അറിയോ? ഞാൻ പറഞ്ഞു നീച്ചാ കാണാൻ. എന്ത് കാണാനാ? വീണ്ട് കാണാൻ, വേറൊന്നും കാണാനില്ല. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? നിങ്ങൾ കണ്ടില്ലേ ആ ദിവസത്തിൽ വയസ്സായ പെണ്ണുങ്ങൾക്ക് ഭയങ്കര കോരോസനം കൂടും ഇല്ലേ? ഭയങ്കര കോരോസന. എന്തൊച്ച കേട്ടാലും പാഞ്ഞിറങ്ങും
ഒരു മട്ടൽ വീണാലും മതി. അപ്പം നമ്മൾ പറയാം മട്ടലാണ്. മട്ടലൊന്നല്ല, അത് ശരി. എന്നിട്ട് കൂടെ എടുത്തിട്ട് വല്യമ്മ പുറത്തിറങ്ങി. വല്യാപ്പയെ പുറത്ത് അകത്ത് കുത്തിട്ട് എന്തിനാ പുറത്തേക്ക് ഈ പോണത്, അത് മട്ടലാണ്. മൂപ്പരവിടെ കുത്തിട്ട് മൂപ്പര ഊർജം കുറഞ്ഞ് ഇപ്പോഴത് പവർ കൂടിയിട്ടുണ്ട്. മനസ്സിലല്ലേ? ഈ രണ്ട് പവറും റെഡിയാക്കി നിർത്തിയിട്ടാണ് അള്ളാഹു നാളെ പരലോകത്ത് നമ്മൾ ഉണ്ടാക്കുക. അപ്പം ബേജാറാണ്ട, സുഖമായിട്ട് ഒത്തുകൂടാ കേട്ടോ. ഇതേ ഭാര്യ ഇതേ ഭർത്താവ് കേട്ടോ. അത് തന്നെ ആകാൻ വേണ്ടി തയ്യാറോളി, എന്നാലല്ലേ സൗകര്യമാകുക അല്ലേ? അപ്പോൾ ചിലർ ഇത് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മളോടൊക്കെ എന്നോടൊക്കെ ചിലർ ചോദിക്കലുണ്ട്, ഇത് മാറ്റി കിട്ടുമോ. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അല്ല മാറ്റിയിട്ടാ തരിക നമ്മൾ രണ്ടാൾ കേട്ടോ. അപ്പോൾ ഏതായിരുന്നാലും ശ്രദ്ധിക്കുക, നമ്മൾ പിന്നെ നരകത്തിൽ പ്രവേശിച്ച ആളുകളെ കുറിച്ച്, സ്വർഗവാസികളായ ആളുകളുടെ ഒരു ചർച്ച. ഫീ ജന്നാത്തി യതസാഅലൂൻ, സ്വർഗത്തിൽ വെച്ച് ഒരു ചർച്ച നടക്കുന്നു. അനിൽ മുജ്രിമീൻ, വിഷയം കുറ്റവാളികളാണ്, നരകത്തിൽ കിടന്ന. അപ്പോൾ ഓരോ വിഷയത്തിൽ നമ്മൾ ചർച്ച. മാ സലക്കക്കും ഫി സഖർ, എന്താ നമ്മളെ ബാപ്പി, നമ്മളെ എളാപ്പി, നമ്മളെ മോനും, നമ്മളെ ഭാര്യയും, നമ്മളെ എളാമിയും ഒക്കെ നരകത്തിൽ കിടന്നു, എന്താ ഇതിന് കാരണം? അപ്പോൾ അതിന് മറുപടി നമ്മൾ തന്നെ. കാലു ലം നക്കു മിനൽ മുസല്ലിൻ, ഒരു നിസ്കരിക്കലൊന്നും ഇല്ലല്ലോ, ഒരു പോത്തിനെ പോലെ അങ്ങനെ ജീവിക്കുകയുണ്ടോ. ഇപ്പം ഉണ്ടല്ലോ നമ്മളെ പുറയിൽ അങ്ങനത്തെ കുറേ എണ്ണം അല്ലേ. ഒരു പോത്തിനെ പോലെ ജീവിക്കുക. പോത്തിനുണ്ട് നിസ്കാരം ഇല്ലല്ലോ, പോത്തിനുണ്ടോ ബാങ്ക് ഇല്ല. പോത്തിന് തിന്നണം, തിന്ന് കഴിഞ്ഞിട്ട് അത് അയവർക്കിയിട്ട് ഇങ്ങനെ തിന്നിട്ട് നടക്കണ ചില പെണ്ണുകളിൽ, പ്രത്യേകിച്ച് ചില ചെറുപ്പക്കാറ്റ് പെൺകുട്ടികളാണ് ഈ എരുമൻ്റെ മാതിരി ചോയിങ്ങും തിന്ന് അങ്ങനെ നടക്കണം. ചില ആണുങ്ങളും കാണാം, എന്താ സാധനം എനിക്കറിയില്ല. എന്തായിരുന്നാലും ആ നിലക്ക് നമസ്കരിക്കൊന്നുമില്ലായിരുന്നു. പിന്നെ തമ്മാടിത്തോടുണ്ട് അവിടെ നമ്മൾ ഉണ്ടാവും. അങ്ങനെയായിരുന്നു ജീവിച്ചത്. നല്ല സന്ദർഭങ്ങളൊന്നും ഉപയോഗപ്പെടുത്തൂല. എവിടൊക്കെ തമ്മാടുത്ത് നടക്കുന്നുണ്ട് അവിടൊക്കെ മൂപ്പരുണ്ടാവും. പരലോകത്തെ തള്ളി തന്നെ ജീവിച്ചത്. ഇങ്ങനെ ഒരു വിചാരണയെ തള്ളിക്കൊണ്ടായിരുന്നു ജീവിച്ചത്. അങ്ങനെ നമ്മളിപ്പം ഇങ്ങോട്ട് ക്ലാസ്സിന് പോരുക ചോളി. അങ്ങോട്ട് പോരുമ്പോൾ എങ്ങോട്ടാ? സി ടവറിലേക്ക്. അവിടെ എന്താ? അവിടെ നിന്നൊരു ഖുർആൻ ക്ലാസ് ഉണ്ട്. ഖുർആൻ ക്ലാസ് അതാ എന്താണ് ഇഷ്ട ഈ കാലത്തൊക്കെ ഉണ്ട് ഖുർആൻ ക്ലാസ് ഒന്നല്ല വേണ്ട. നമ്മളെ സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്, നീന്തം പഠിപ്പിക്കാൻ, ആരോഗ്യം ബെൽറ്റാക്കാൻ, കാരണം മലക്കുൽ മൗത്തിന് പിടിച്ചാൽ കിട്ടാണ്ടക്കാനെ. കരാട്ട ക്ലാസ് ഉണ്ട്, അതിനൊക്കെ വാ കേട്ടോ. പിന്നെ 18 വയസ്സായ ആർക്കും ഇംഗ്ലീഷിൽ വർത്താനം പറയാം, അങ്ങനത്തെ ക്ലാസ് ഉണ്ട്. 8 മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം. ബികോം എഴുതാം. ഇപ്പോൾ കുറേ ആൾക്കാർ ബികോം എഴുതിയാലൊക്കെ പിടിച്ചിപ്പോൾ. ബികോം മാത്രമല്ല, ഒരു ജോലിയും വാങ്ങി. അവർക്കൊക്കെ ഇപ്പോൾ ഏകദേശം ചോറുറച്ച് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പറ്റിക്കുമ്പോൾ കുറേ അള്ളങ്ങനെ നോക്കിക്കും, പിന്നെ അവസരമാണ് കൊടുക്കുക കേട്ടോ. ഏതാട്ടെ, അപ്പോൾ ഇങ്ങനെ കുറ്റവാളികളായ ആളുകൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ ഇപ്പം പരിഹസിക്കുന്നുണ്ട്. കാരണം പൈസ ഉണ്ടാക്കേണ്ട ഒരു പണിയെടുക്കൂല, പൈസ നഷ്ടപ്പെടുന്ന കച്ചവടം മൂപ്പര് നടത്തുക. പൈസ ഉണ്ടാക്കേണ്ട കച്ചവടം എന്തൊക്കെ ഉണ്ട് ഇവിടെ, അതൊന്നും മൂപ്പര് പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല. അയാളൊരു ജാതി മനുഷ്യനാണ്. അയാളൊരു നേർമാർഗത്തിനും അതുപോലെ പുരോഗതിക്കും പുറന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാക്കയാണ്. നമ്മളൊക്കെ കാക്കാരാണല്ലോ പല കാഴ്ചപ്പാടില്. പരിഹസിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ, വിശ്വസിച്ചവരെ കണ്ടപ്പോൾ ഈ കുറ്റവാളികൾ പരിഹസിച്ച് ചിരിച്ചിട്ടുണ്ട്. വൈദാ മർറൂ ബിഹിം യതഹാമസൂൻ, നമ്മൾ അവരുടെ കൂടെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അവർ നമ്മളെ നോക്കി ഗോട്ടികൾ കാണിച്ചിട്ടുണ്ട്. കണ്ടാ പോരണ്ടില്ലേ, ഒരു വലിയൊരു മനുഷ്യൻ ഖുർആൻ ക്ലാസ്സിന് പോവുക. അപ്പോൾ വേറെ എന്തെല്ലാം പണിയുണ്ട്. അവിടെ നമ്മളെ ചിരിച്ചവരാണ്. അവരതാ നമ്മളെയും നോക്കി പരലോകത്ത് തിരിച്ച് പരിഹസിക്കാൻ ഒരു അവസരം അള്ളാഹു നമുക്ക് തരിക, വിചാരണ ഓർത്ത് ജീവിച്ച മനുഷ്യർക്ക് കേട്ടോ. അതാ ഖുർആൻ പറയുന്നു, സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകളോട് നരകത്തിൽ പ്രവേശിച്ച ആളുകളതാ വിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊരൽപ്പം ശുദ്ധജലം നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടിയത് ഞങ്ങൾക്കും തരണേ. ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഏതെങ്കിലും ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് ഇവർ കേണപേക്ഷിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ കയറിയ ആളുകൾ പറയും അത്രേ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, പടച്ച തമ്പുരാന്റെ നന്ദി കെട്ട മനുഷ്യന്മാർക്ക് ഇത് രണ്ടും ഹറാമാണ്, തരാൻ പറ്റൂല കേട്ടോ. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചത്. പരലോക ബോധത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ഇതല്ലേ, ഇത്രയല്ലേ വേണ്ടു? ഇനി വേണോ? വേണ്ട.
വല്ലാണ്ട് സമയം എടുക്കണ്ട അല്ലേ? നമുക്കൊരു സമയം, നിശ്ചിത സമയം സംസാരിച്ചാൽ മതി. എന്നാലേ എന്തുണ്ടാവുള്ളൂ, ഉള്ളത് കൽബിൽ നിൽക്കുള്ളൂ. കണ്ടമാനം സംസാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരു വിചാരണാബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ചെയ്യുന്ന എല്ലാ അമലുകളും പരലോകത്ത് കിട്ടണം അന്നൽക്കുള്ളത് ചെയ്താൽ മതി. ഒരുപാട് ചെയ്യണ്ട, ചെയ്യുന്നത് പരലോകത്ത് കിട്ടണം. ആ ഒരു നിശ്ചയം, ദൃഢനിശ്ചയം ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. അത് എനിക്ക് കിട്ടും. ആ നിലക്ക് അതിൽ ഒരു വെള്ളം ചേർക്കൽ ഉണ്ടാവരുത്. അതായത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൽ ഇങ്ങനെ രാത്രി ഇങ്ങനെ വല്ലാണ്ട് അസമയത്ത് പോയപ്പം തൽഹ റളിയല്ലാഹു അൻഹുവിന് സംശയം, എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു രാത്രി പാതിരാക്ക് ആരുമില്ലാത്ത പുരയിൽ ഇങ്ങനെ പോണു, ഒരു നല്ലൊരു കീഴ്വഴക്കല്ലല്ലോ വിചാരിച്ചിട്ട് തൽഹ ഒരു ദിവസം കാത്തു നിന്നു, എന്താ ഉമർ ചെയ്യുന്ന അറിയാൻ. അപ്പോൾ വന്ന വീട്ടിൽ ഒരരണ്ട വെളിച്ചത്തിൽ ആണ് ഉമർ റളിയല്ലാഹു അൻഹു കയറി പോകേണ്ടത്. അതിൻ്റെ അകത്ത് ഉമർ റളിയല്ലാഹു അൻഹു പോയതിന് ശേഷം തൽഹ കയറി നോക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യനാണ്. അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യനെ കുളിപ്പിക്കൽ ഈ സമയത്താണ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കുളിപ്പിക്കൽ ഈ സമയത്താണ്, വസ്ത്രം മാറ്റി കൊടുക്കൽ ഈ സമയത്താണ്, അദ്ദേഹം കാട്ടിച്ച പാത്രമൊക്കെ വൃത്തിയാക്കി കഴുകി കൊണ്ടുവച്ചു കൊടുക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്താണ്. അപ്പോൾ തൽഹ ചോദിച്ചു, ഇവിടുന്ന് ഇപ്പോൾ പോയത് ആരാന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. അതാരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, 2 വർഷമായി ആരാരുമില്ലാത്ത എന്നെ സംരക്ഷിക്കുന്നുണ്ട്, അദ്ദേഹം ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ കഴിയും, നമുക്ക് 2 ദിവസം കഴിയും, 2 കൊല്ലം പോയിട്ട് നമ്മളതിൻ്റെ മുമ്പ് പറയില്ലേ ഞാൻ ഖലീഫ ഉമറാണ്, പറയില്ലേ? പറഞ്ഞില്ല. എന്താ കാരണം? അത് പരലോകത്തേക്ക് മാറ്റി വെച്ച സംഗതികളാണ്. അതുകൊണ്ടല്ലേ ഉമറും ഫിൽ ജന്ന എന്ന് പറഞ്ഞത്. ഉമർ സ്വർഗത്തിലാണ്. ഉമർ തനി താന്തോന്നിയല്ലായിരുന്നു അല്ലേ? പിന്നെ അദ്ദേഹം സ്വർഗത്തിന്റെ അധിപനായി മാറുകയല്ലേ? അത്ര സംശുദ്ധീകരണമുള്ള വരുന്നത്. അതാണ് ധാർമ്മികമായ ഒരു പരലോക ചിന്തയാണ് യഥാർത്ഥത്തിൽ, വിചാരണാബോധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സംശുദ്ധീകരിക്കാനുള്ള ഏക മാർഗം. അത് നമസ്കാരമായിരുന്നാലും ഹജ്ജിന് പോവുകയാണെങ്കിലും അതൊക്കെ അതിൻ്റെതായ ചില ക്രമങ്ങൾ ഉണ്ടാവും അതിന്. കാരണം ഇതൊക്കെ പരലോകത്തേക്ക് മാത്രമേ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രദർശന ഇബാദത്തുകളുമായി നടക്കരുത്. കാരണം അതൊക്കെ കൊഴിഞ്ഞു പോകും. നമ്മൾ ചെയ്യുന്ന അമല് നമ്മളുടെ മയ്യത്തിൻ്റെ കൂടെ ഉണ്ടാവും. ആ നിലക്ക് അമല് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒറ്റ കാര്യം നമ്മളെ വിചാരണ കേട്ടോ. ഒരു കാര്യം അവസാനമായിട്ട് പറയാൻ, 5 കാര്യം വിചാരണ ആദ്യം നടത്തും പരലോകം. അതിലൊന്നാണ് ഞാൻ പറഞ്ഞത് നമസ്കാരം. മറ്റൊന്ന് അറിവ് വെച്ചിട്ടാണ് ഇപ്പോൾ ആളുകളെ വഞ്ചിക്കുന്നത്. എനിക്കറിവുണ്ട്, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വഞ്ചിക്കുന്നു. നിങ്ങൾക്കറിവുണ്ട്, അറിവില്ലാത്തവരെ നമ്മൾ വഞ്ചിക്കുന്നു ഓരോ വിഷയത്തിലും അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കുന്നത് ആ മൊയന്തിനെ ഞാൻ പറ്റിച്ചു എന്നാണ്. സത്യത്തിൽ മൊയന്തല്ല പറ്റിയത്, വിവരമുള്ള ഞാനാ പറ്റിയത്. കാരണം എൻ്റെ അറിവിനെക്കുറിച്ച് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യും. ഇപ്പം ഞാനൊരു കുറച്ച് അറിവുണ്ടാക്കി, ഇവിടെ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ പണ്ഡിതനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ആവശ്യാനുസരണം നിങ്ങളെ ഉപയോഗപ്പെടുത്തി ഒരു പണ്ഡിതനാകാൻ വേണ്ടി. എനിക്കൊരു കാര്യമില്ല. അപ്പം ആ എൻ്റെ അറിവിനെ വാൻ ഇൽമിഹി ഒരു ചോദ്യം അതാണ്. ഫീമ ഫാല, എന്തിൽ വിനിയോഗിച്ചു? ആളെ നന്നാക്കാനാണോ, ആളുകളുടെ കയ്യിലുള്ളത് അടിച്ചെടുക്കാനാണോ? ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വാൻ മാലിഹി, പണത്തെക്കുറിച്ചാണ്. പണത്തെക്കുറിച്ച് 2 ചോദ്യമാണ്. ഒന്ന് മിന്നൈനക്തസഭ, അതെവിടുന്നാണ് സമ്പാദിച്ചത്? വായിനാം ഫക്ക, എവിടെയാണ് ചെലവഴിച്ചത്? നമ്മൾ ഉണ്ടാക്കിയ പൈസ അല്ലേ ഞാൻ എൻ്റെ അടുത്ത് ചിലവാക്കും പറയരുത് കേട്ടോ. എൻ്റെ പൈസയാണ് അത് ഞാൻ എൻ്റെ അടുത്ത്, അങ്ങനെയല്ല. അത് ചിലവഴിച്ചതിൻ്റെ കണക്ക് അവിടെ കൊടുക്കുക എന്നുള്ളൊരു വിചാരണ നമുക്ക് ബോധം വരണം. പണം എടുത്ത് ചിലവാക്കുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് പണം ചിലവാട്ടെ, വേണ്ടാത്ത കാര്യങ്ങൾക്ക് പണം. ഇപ്പോൾ ഒരു കത്ത്, ഒരു കല്യാണക്കത്ത്, നമ്മളൊക്കെ കല്യാണക്കത്ത് കണ്ടാൽ ബേജാറായി പോകും. കബറ് വയ്യിലിക്കണം. കാരണം ഒരു കത്ത് യഥാർത്ഥ കത്ത് ഇട്ടുണ്ടെങ്കിൽ 5 കത്ത് പൊളിക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിക്കത്ത്. ഇപ്പം ചിലോല കത്തൊക്കെ കൊടുത്തിരിക്കുന്നവൻ്റെ വാപ്പൻ്റെ ഫോട്ടോ, ഉമ്മൻ്റെ ഫോട്ടോ, എളാമൻ്റെ ഫോട്ടോ, അൽഗ്യാക്കൻ്റെ ഫോട്ടോ ഒക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടുള്ളിൽ കൂടെ നോക്കിയാൽ കാണാം. ഇപ്പം കല്യാണം കഴിക്കുന്ന പെൺകുട്ടിനെ വേറെയും കാണാം. അങ്ങനെ അതല്ലേ? ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താവശ്യമുണ്ട്? ഇതൊക്കെ ഒരു വിചാരണ ഓർത്ത്. എന്നിട്ട് ഒരു കല്യാണം ഉണ്ടായാൽ പടച്ച തമ്പുരാന് 2-3 മാസത്തേക്ക് ഈ മനുഷ്യൻ്റെ ഹാല്, ഒരു കല്യാണം കഴിയുമ്പോഴേക്ക് ഇച്ചങ്ങായിക്ക് ഒരു 10-25 വയസ്സ് കൂടിയ മയ്യ നടന്ന് കത്ത് കൊടുക്കാൻ പോകണം. കാണുന്നവരെ മുഴുവൻ വിളിക്കുന്നു.
അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്ത് സഹാബത്ത് ചിലപ്പോൾ ചില ഈ സഹാബികൾ കല്യാണം കഴിച്ചാൽ ഒരടയാളം എന്താ വെച്ചാൽ ഒരു ചെറിയ ലൈറ്റ് മഞ്ഞ തുണിയുണ്ട്. ഇപ്പോൾ നമ്മളെ മുസ്തഫ കൊടുക്കുന്ന തുണി ഉണ്ടല്ലോ, നമ്മളെ EV മുസ്തഫ കൊടുക്കുന്നത് ചിലപ്പോൾ കൊടുക്കലുണ്ട്, ഇപ്പം കാണില്ല, ചിലപ്പോൾ കാണില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു തുണി കൊടുക്കുക. അപ്പോൾ റസൂലിൽ ചോദിച്ചല്ല നിങ്ങൾ കല്യാണം കഴിച്ച്? ആ അങ്ങനെ റബി അറിയല്. നബിൻ്റെ സഹാബത്ത് കല്യാണം കഴിച്ചത് ചെറിയ സംഘം ആളുകളിൽ ഒരാൾ കല്യാണം കഴിച്ച നബി അറിയണില്ല. അത്രേ കല്യാണത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇസ്ലാമിലില്ല. അപ്പം നബി പറയും ഔലിം ഒലോബിഷാത്തിൻ, ഒരാടിനെ ഒക്കെ അറക്കണം ചങ്ങായെ, എൻ്റെ ലോയക്കാരൊക്കെ ഒന്ന് വിളിച്ചാൾ ഏത്, അതാണ് ഒലീമത്ത്. ഔലിം ഒലീമത്ത് നടത്തണം ജി, എൻ്റെ ലോയക്കാരൊക്കെ വിളിക്കട്ടെ, നമ്മൾ എൻ്റെ ലോയക്കാരല്ലേ, ചെറിയ ആടിനൊക്കെ അറുത്താൾ. ഇവിടെ കോയിൻ്റെ വൈരിയാണ് അവിടുത്തെ ആട്. ഇത് നമ്മളുടെ അങ്ങനല്ല. ഒരു കത്ത്, അതിൻ്റെ പുറമെ പടച്ച തമ്പുരാനെ ബൻ്റെ ഒരു ഗതികേട് അല്ലേ. ഇവൻ ആ വിചാരണ ഓർക്കുന്നത് ഒരു വിചാരണ അവൻ ഓർക്കണില്ല. പിന്നെ ഈ പ്രസംഗം അങ്ങനെ കേൾക്കുമ്പോൾ വിചാരണ, കല്യാണപ്പുര എന്ത് വിചാരണ, അവിടെ അടക്കണ വിചാരണ നമ്മൾ പറയാത്തല്ലേ. ചിലയിടത്ത് പിയ്യാപ്പള വന്ന് ഇറങ്ങുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കുക വിചാരണ ഓർത്തിട്ട്. ഭയങ്കര പടക്ക, ഭയങ്കര എന്താ എന്നിട്ട് പറഞ്ഞോ, അത് കാക്കനെ പായിപ്പിക്കാനാണ്. കാക്കപ്പം വന്ന പറഞ്ഞപ്പോളാ വന്ന്. ഇപ്പം നാട്ടിൽ കാക്കല്ല, അതറിയോ? എന്താ കാരണം? മൊബൈൽ ഉപയോഗിച്ചിട്ടേ. കാക്കൻ്റെ മുട്ട വിരിയില്ലപ്പോൾ, തേനീച്ച കൂട്ടിലേക്ക് വരത്തില്ലപ്പോൾ, അറിയില്ല ഈ ഇതിൻ്റെ റേഡിയേഷൻ കൊണ്ടേ. തേനീച്ച ഒന്നും ഇപ്പോൾ റാണീച്ച പോയാൽ പിന്നെ അങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ഇപ്പോൾ പോകാണ്ടക്കാൻ വേണ്ടിയിട്ട് കൂട്ടിൻ്റെ മുമ്പിൽ തന്നെ നിങ്ങൾ ശർക്കര വെച്ച് കൊടുത്തുക. പൂവിൻ്റെ മുകളിൽ പോയി തേൻ എടുക്കാൻ പോയാൽ ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അപ്പം എനിക്ക് കൃഷിക്കാരനായി കിട്ടൂല, തേൻ പോയി പോവും. അതുകൊണ്ട് ശർക്കര വെച്ച് കൊടുത്തുക. എന്നിട്ടാണ് ചെറുതേന് വലുതേന്ന് പറഞ്ഞ് നമ്മൾ അയ്യാൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അറിയേണ്ടത് പണം എങ്ങനെയും ചിലവാക്കരുത്. ആ കത്തൊക്കെ അടുപ്പിച്ചതിൻ്റെ കണക്ക് പറഞ്ഞു കേട്ടോ. പിന്നെ ടണ്ണ് കണക്കിന് ആ ഭക്ഷണം കൊണ്ടുപോയിട്ട്, കാരണം ഇപ്പം എത്തിക്കാനിലൊന്നും ഭക്ഷണം എടുക്കൂല. ഇപ്പം കടലിൽ കൊണ്ടുപോയി ഒഴുക്കിയിട്ട് ഇപ്പം പറയാം, കടലിൽ പടച്ചോൻ്റെ ഒരുപാട് ജീവികൾ എൻ്റെ ബിരിയാണി തിന്നുന്നുണ്ട്. ബിരിയാണി തിന്നാൽ കാത്തിക്കുകയില്ല അവിടെ. എൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിട്ട് ഇതൊന്നും സമ്മതിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ടണ്ണ് കണക്കിന് ഭക്ഷണം കൊണ്ട് കയ്യിൻ്റെ വിരലിൻ്റെ മുകളിലുള്ളത് പോലും മീമ്പിയിട്ട് മണ്ണ് കളയാതെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മുസ്ലിമിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് കൊണ്ടുപോയിടുന്ന ഒരു പിയ്യാപ്പൾക്ക് രാവിലെ പിയ്യാപ്പൾക്കും ലോയക്കാർക്കും എന്താണ് ചായ കുടിയോ ഉണ്ട്. ഓരോരോ കോയിനുണ്ടാക്കി വെക്കും. റുക്കൂവിലൊരു കോയി, ഏറ്റിദാലിലൊരു കോയി, പിന്നെ സുജൂദിൽ നിൽക്കണ വേറെ കോയി, കോയിൻ്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെ കയറ്റിയത് വേറെ കോയി, അങ്ങനെ ഇതെല്ലാം കൂടി ഏറ്റ് പിയ്യാപ്പളല്ലേ അങ്ങനെ അധികം തിന്നുന്ന എത്താൻ പാടില്ലല്ലോ. അപ്പോൾ ഒന്ന് തൊടുമാണല്ലോ. തൊടാണ്ടെന്നാൽ അമ്മസാങ്കക്ക് മോശമല്ലേ, അമ്മസാങ്കനോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നൂലേ. അപ്പോൾ എല്ലാത്തിനും തൊടും. തൊട്ട് കഴിഞ്ഞാൽ ആരിട്ട് തൊടുമില്ല. അത് ഒക്കെ തൊട്ട് ആകെ കിളിമ്പിക്കണ്. ഓരോ കണ്ടാ കിളിമ്പിയത്. ഇപ്പോഴോ അവൻ പോയി. ഇത് എത്ര ആളാ അധ്വാനിച്ചുണ്ടാക്കിയത് അല്ലേ? അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം പണം ചെലവഴിക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല നല്ല വീടുകൾ തച്ച് തകർത്ത് പല കോലത്തിലാക്കുമ്പോഴൊക്കെ ആലോചിക്കുക. ഇതിനൊക്കെ ഒരു കണക്ക് നമ്മൾ പറഞ്ഞു കേട്ടോ. പിന്നെ നുന്തി ആയുഷ്കാലം ഒരു ചോദ്യം. എത്ര കൊല്ലം ജീവിച്ചു അള്ളാഹു ചോദിക്കും. ചിന്തിക്കാനുള്ള പ്രായം നിനക്ക് തന്നില്ലേനാ അള്ളാഹ് ചോദിക്കുക. അപ്പം എത്ര തന്നു? അപ്പം എത്ര കൊല്ലം? അതെന്ത് ചെയ്തു? ഫീമ അബുലാഹു, എന്തിൽ നശിപ്പിച്ചു പ്രായമൊക്കെ? അപ്പം പലർക്കും പലതും പറയാനുണ്ടാവും അല്ലേ. ഉത്തരം പറയാൻ പടച്ചോൻ എൻ്റെ മാർഗത്തിൽ ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്, സമയം ഒരുപാട് നിനക്ക് എൻ്റെ മാർഗത്തിലാണ് ഓടി നടന്നതെന്ന് പറയാൻ സാധിക്കണം. ആരോഗ്യം അത് നശിപ്പിക്കരുത്, അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കണം. ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന വിചാരണ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ എപ്പോഴും പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ, എളുപ്പം പടച്ചോനെ വിചാരണ കഴിച്ചു തരണം പ്രാർത്ഥിക്കുക കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ പടച്ചോനോട് നമ്മൾ സുബേസ്കിച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ പ്രാർത്ഥിക്കൽ? ഒരു പ്രാർത്ഥന നടത്തല്ലേ? പടച്ചോനെ അല്ലാഹുമ്മ അസ്അലുക്ക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ് പടച്ചോനെ, ഇൽമൻ നാഫിയ, ഉപകാരപ്രദമായ അറിവ് ഉണ്ടോ, അങ്ങനെ റിസ്കൻ തയ്യിബൻ, വിശുദ്ധമായ ഭക്ഷണം, അമലം മുത്തഖബ്ബല, സ്വീകാര്യയോഗ്യമായ പ്രവർത്തനം, ഇത് ചെയ്യാൻ അനുഗ്രഹിക്കണേ എന്ന് എല്ലാ സുബൈക്കും പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ പ്രാർത്ഥിക്കുക, എളുപ്പം വിചാരണ നടത്തിത്തരാം. അതിനനുസരിച്ച് ജീവിക്കുക. റഹ്മാനായ തമ്പുരാൻ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭ്യമായിക്കൊണ്ട് സ്വർഗപ്രവേശനം ലഭ്യമാകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ അർഹമുർ റഹീമായ തമ്പുരാൻ
അവൻ്റെ മഹത്തായ ഫൗല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും സ്വർഗത്തോപ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം കൊണ്ടും ഔദാര്യം കൊണ്ടും നമുക്ക് സ്വർഗത്തിൽ ഇടം നൽകുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാര രംഗങ്ങളിലും ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹിനെ സ്നേഹിക്കുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിചാരണയെ ഓർത്തുകൊണ്ട് എന്നെന്നും മരണം വരെ ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹു ദേവാനാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.